ഇതൊരു ബിഗ് ഡേ ആണ്. പഞ്ചായത്ത് അംഗം ജയിച്ച UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് സമഗ്രാധിപത്യമാണ്. 6 കോർപ്പറേഷനുകളിൽ 4 നേടിയ UDF ഗ്രാമപഞ്ചായത്തുകളിൽ 500-ന് മുകളിൽ കടന്നിരിക്കുന്നു. മുനിസിപ്പാലിറ്റികളിലും വലിയ മുന്നേറ്റമാണ്. പരമ്പരാഗതമായ കോട്ടളങ്ങളടക്കം തകർന്ന നിലയിലാണ് LDF. കനത്താഘാതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF ഏറ്റുവാങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക വഴി ഈ കേരള സംസ്ഥാനത്ത് ആദ്യമായി ഒരു BJP മേയർ ഉണ്ടാകുന്നുവെന്ന സവിശേഷമായ സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ വിധിയെഴുത്തിന്റെ സൂചന? എന്താണ് ഈ വിധിയെഴുത്തിൽ പ്രതിഫലിച്ചത്? ജനം കേരളം ഭരിക്കുന്ന സർക്കാരിനെ ഒരു പാഠം പഠിപ്പിച്ചതാണോ? ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയതാണോ? UDFന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് കിട്ടിയിരിക്കുന്നോ? ഇനി UDFന്റെ കാലമാണോ? ചർച്ചയിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ്, ശങ്കുട്ടി ദാസ് BJP, PK ഗോപൻ CPIM, NP ചെക്കുട്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്നിവർ. ആദ്യം ശ്രീ PK ഗോപൻ, താങ്കൾ കൊല്ലത്താണല്ലോ ഇരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ LDFന് നഷ്ടമാകും എന്ന് ഇന്ന് രാവിലെ വരെ ഒരു ദുസ്വപ്നത്തിൽ പോലും ഒരു CPM-കാരനോ പോട്ടെ മറ്റു പാർട്ടിക്കാരൻ പോലും കരുതിയിട്ടുണ്ടാവില്ല. കൊല്ലത്തെ പഞ്ചായത്തുകളിൽ, കോർപ്പറേഷനിൽ ഇതുപോലെ ഒരു തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് അസംഭവ്യമായി കരുതിയിട്ടുള്ള ആളുകളാണ്. കാരണം അത്രയും ശക്തമായ അടിത്തറയുള്ള ഇടങ്ങളാണ് കൊല്ലം പോലെയുള്ള ഇടങ്ങൾ. ഇപ്പോൾ കൊല്ലം, കോഴിക്കോട് തുടങ്ങിയ മേഖലകളിലൊക്കെ വോട്ടിംഗ് കൃത്യമായൊരു സന്ദേശം നൽകുന്നതാണല്ലോ. അത് ഇപ്പൊ തിരുത്തിയില്ലെങ്കിൽ വിനാശമായിരിക്കും ഫലം എന്നുള്ളതല്ലേ? അല്ല, കേരളത്തിൽ പൊതുവെ ഇടതുപക്ഷത്തിന് സാമാന്യം നല്ല തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി വിജയിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും വളരെ കഠിനമായൊരു പരിശ്രമത്തിലൂടെ ഒരു മാസത്തിലധികം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൂടെ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായി വിജയിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. ജനാധിപത്യത്തിൻ്റെ വിജയമാണ് കേരളത്തിൽ സംഭവിച്ചത്. വലിയ പൊതുവെ യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളുമില്ലാതെ ഏതാണ്ട് നല്ല സമാധാന അന്തരീക്ഷത്തിൽ കേരളത്തിൽ ജനാധിപത്യത്തിന് വിജയക്കുറി ചാർത്താൻ കേരളീയ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലം കോർപ്പറേഷൻ്റെ ഭരണം LDFന് നഷ്ടപ്പെടുമെന്നുള്ള യാതൊരു ധാരണയും ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരമൊക്കെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടന്ന സ്ഥലമാണെന്ന് പറയാം. പക്ഷേ കൊല്ലം അങ്ങനല്ല. അതുകൊണ്ട് കൊല്ലത്തെ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെട്ടത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തിരിച്ചടിയാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതങ്ങനെ തന്നെ കാണുന്നു. എന്നാൽ ജില്ലാ പഞ്ചായത്ത് പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തിൽ സാമാന്യം നല്ല ഭൂരിപക്ഷം തന്നെ ഇടതുപക്ഷത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മുനിസിപ്പാലിറ്റിയും അത്ര വലിയ പുറകോട്ട് പോയിട്ട് ഉണ്ടായിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തും അങ്ങനെ തന്നെ 2 or 3 ബ്ലോക്ക് പഞ്ചായത്തായിരിക്കും ഒരു പക്ഷേ നഷ്ടപ്പെടുക. 3 പഞ്ചായത്ത് പ്രാവശ്യം ഒരെണ്ണമാണ് നഷ്ടപ്പെട്ടത്. ഇത്തവണ 33 ഗ്രാമപഞ്ചായത്തുകൾ LDFനും 32 UDFനുമാണ്. ഇത് നിങ്ങളല്ലേ മുന്നിൽ നിന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കുക, ഒരു പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് ശരിയാണ്. പക്ഷേ നോക്കൂ, ഇത് കൊല്ലമാണ്. കൊല്ലം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് സമീപകാലത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ, നിങ്ങൾ അപ്രതിരോധ്യരായിട്ടുള്ള അപ്രമാദിത്വമുള്ള ഇടങ്ങളാണ്. അപ്പോൾ അവിടെ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇത്തവണ വോട്ട് ചെയ്തില്ല. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ള വോട്ടിംഗ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാവുന്നത് കൗതുകകരമാണല്ലോ. അപ്പോൾ അടിസ്ഥാന വോട്ടർമാർ മാറിയിരിക്കുന്നു. ബേസ് വോട്ടർമാർ മാറി ചിന്തിച്ചിരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏകോപിതമായി LDFന് എതിരെ വോട്ട് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് എന്താ പറയുക, ചുവരിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് വായിക്കുന്നില്ലേ? അല്ല, ഞാൻ എങ്ങനെയാണ് ഇനി ശ്രീ അഭിലാഷിനോട് ഈ കാര്യം പറയേണ്ടത്? അതായത് എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കുറവെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. അതിൽ കിട്ടിയിട്ടുള്ള പരിക്കും സൂചിപ്പിച്ചു, നേട്ടവും സൂചിപ്പിച്ചു. ഞങ്ങൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ തവണ 20-ൽ പരം പഞ്ചായത്ത് UDFന് ഈ ജില്ലയിലുണ്ടായിരുന്നു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അവർക്കുണ്ടായിരുന്നു. കോർപ്പറേഷൻ അവർക്കില്ലായിരുന്നു. അതെല്ലാം ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഏകദേശം തുല്യമായിട്ട് വരും. ചെറിയ വ്യത്യാസം വരികയുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള പഞ്ചായത്തിൽ ചിലത് UDFൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്.
അതുപോലെ LDFിൻ്റെ പഞ്ചായത്ത് UDFും പിടിച്ചെടുത്തിട്ടുണ്ട്. ശരി. തീരെ തകർന്നടിഞ്ഞു പോയിട്ടില്ല. 50% പഞ്ചായത്തായിരിക്കും ഒരു പക്ഷേ അന്തിമ റിസൾട്ടിൽ കൊല്ലത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന രൂപത്തിലേക്ക് ഇതിനെ കാണണ്ട. കാരണം 2010 ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ 600 ഗ്രാമപഞ്ചായത്ത് നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ അത്രയും നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയല്ല, 2010 ആ തിരിച്ചടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഞങ്ങൾ റിക്കവർ ചെയ്തു. 2011 സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിന് മാത്രം വ്യത്യാസത്തിൽ ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ 7 ജില്ലാ പഞ്ചായത്ത് ഒരു ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടെന്ന് പറയുമ്പോഴും രാഷ്ട്രീയ വോട്ടുകൾ നടന്നിട്ടുള്ള പൊതുവെ ജില്ലാ പഞ്ചായത്തുകളിലാണ്. അപ്പോൾ അവിടെ 50% നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരമാണ്. തിരിച്ചടി ഏറ്റിരിക്കുന്നു, പക്ഷേ സമ്പൂർണ്ണമായ പ്രതീക്ഷ കൈവിടാനായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ, ഞാൻ അങ്ങയിലേക്ക്. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ UDFനെ സംബന്ധിച്ച് സമീപകാലത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയമാണ്. 2010 ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയമാണ്. അത് തീർച്ചയായിട്ടും ആവേശം കൊള്ളിക്കുന്നുണ്ട് UDFിന്റെ അണികളെ എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ വോട്ടിംഗ് പെർസെൻറ്റേജ് സമ്പൂർണ്ണമായി വന്നിട്ടില്ല. BJP എന്ന മൂന്നാമത്തെ ഫോഴ്സിന്റെ രംഗപ്രവേശം കൂടി അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, അപ്പോൾ പല ജില്ലകളിലും LDF അതിന്റെ ബേസ് സംരക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ നിശ്ചയമായി മുമ്പിലാണ്. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കേക്ക് വാക്ക് ആയിരിക്കുമെന്ന് ഈ ഡേറ്റ വെച്ച് പറയാൻ കഴിയുമോ? സ്റ്റിൽ കടുത്ത മത്സരത്തിനുള്ള സാധ്യതകൾ നമ്മൾ ഈ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ ഉണ്ട്. അഭിലാഷ്, ആദ്യമായി കേരളത്തിലെമ്പാടും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ജനവിധി രേഖപ്പെടുത്താനുള്ള അവകാശം വിനിയോഗിച്ച് UDFിനെ ഒരു അത്യുജ്വലമായിട്ടുള്ള വിജയം സമ്മാനിച്ച കേരളത്തിലെ പ്രബുദ്ധരായ ജനതയോട് അഗൈതവുമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്താൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായി കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ വർഗീയ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള കേരളത്തിൻ്റെ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനവിധിയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ വിജയം ഞങ്ങളെ ഒരു തരത്തിലും മത്തുപിടിപ്പിക്കുകയോ അഹങ്കാരികളാക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമിതമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് മാറുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരായി കൂടുതൽ ജനങ്ങൾക്കിടയിൽ ശക്തമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പാറ്റേൺ നമുക്കറിയാം. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടുന്ന വിജയം 4 മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇത് കേവലം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ അവകാശവാദം മാത്രമല്ല, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ജനവിധി ഉണ്ടാകുമെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതായിരുന്നല്ലോ അവരുടെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ അവകാശവാദത്തിനാണ് തകർച്ച സംഭവിച്ചിട്ടുള്ളത്. അവരുടെ അവകാശവാദം തന്നെ ഒരു മാനദണ്ഡമായി നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ UDFിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാകും എന്ന് ഇടതുപക്ഷത്തിൻ്റെ തന്നെ മാനദണ്ഡപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കേക്ക് വാക്കാണോ അല്ലയോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പും തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കിടയിൽ അംഗീകാരം നേടാനുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പിനെയും വില കുറച്ച് കാണാനോ അതല്ലെങ്കിൽ അത് അനായാസമായിരിക്കുമെന്ന് പറയാനോ ഞങ്ങളാളല്ല. മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിശക്തമായി ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുകയും ഒരു വലിയ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമായി ഉണ്ടാവുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ടുണ്ടാകും. ഈ ദിവസങ്ങളിൽ ഇത്രയും ഞങ്ങളുടെ ഈ വിജയത്തിൻ്റെ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും UDFിൻ്റെ നേതൃത്വത്തിനാണ്. UDF നേതൃത്വം ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും അത്യുജ്വലമായിട്ടുള്ള വിജയം നേടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ AICCയുടെ ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ, അതുപോലെ തന്നെ ദീപാദാസ് മുൻഷിജി അടക്കമുള്ള AICC ജനറൽ സെക്രട്ടറിമാർ, അവരുടെ എല്ലാം മാർഗനിർദ്ദേശത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായിട്ടുള്ള വിജയം നേടുന്നതിന് തീർച്ചയായിട്ടും AICCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പിന്തുണ ഘടകമായിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉള്ള നിർദ്ദേശങ്ങൾ അത് വാർഡ് തലത്തിൽ നിന്നുള്ള സമിതികളിൽ നിന്ന് ഉയർന്നു വരുന്ന പേരുകളായിരിക്കണം, കൂടുതൽ യുവാക്കൾക്ക് അവസരങ്ങൾ കൊടുക്കണം, അതെല്ലാം അത്തരം നിർദ്ദേശങ്ങളൊക്കെ AICCയുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് കൃത്യമായി KPCC നടപ്പാക്കിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചരിത്രത്തിൽ ഏറ്റവും കുറവ് വിമതശല്യം ഉണ്ടായിരുന്ന, ഏറ്റവും കുറവ് റിബലുകൾ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു UDFിനെ സംബന്ധിച്ചോളം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എതിർ മുന്നണികളെക്കാൾ മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെ കാലേക്കുട്ടി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് പോലും UDFിനൊരു വലിയ വിജയമായിരുന്നു. തീർച്ചയായിട്ടും കേരളം അതെല്ലാം ചർച്ച ചെയ്തതാണ്. ഇപ്പം ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വവും അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വവും ഒക്കെ കേരളം അങ്ങനെ ചർച്ച ചെയ്തതാണ്.
അതെല്ലാം UDFന്റെ വളരെ ഏകോപനത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. 4 കോർപ്പറേഷനുകൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം അത് വളരെ പ്രകടമാണ്, വലുതാണ്. മുനിസിപ്പാലിറ്റികളിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. വലിയ വ്യത്യാസമാണ് കേരളത്തിന്റെ മുനിസിപ്പാലിറ്റികളുള്ളത്. ഗ്രാമീണ നഗര മേഖലകൾ വ്യത്യാസമില്ലാതെ സമസ്ത മേഖലകളിലും, അത് തീരദേശമാകട്ടെ ഹൈറേഞ്ച് ആവട്ടെ, സമസ്ത മേഖലകളിലെയും ജനങ്ങൾ UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. മറ്റൊന്ന്, തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണെന്നൊരു നറേറ്റീവ്, ഒരു സെക്കൻഡ്, തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണെന്നൊരു നറേറ്റീവ് BJPയുടെ ഭാഗത്ത് നിന്ന് വലുതായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. പന്തളം മുനിസിപ്പാലിറ്റിയിലെ അടക്കമുള്ള BJPയുടെ പരാജയം സൂചിപ്പിക്കുന്നത് ആ നറേറ്റീവ് തകർന്നു എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിലെ ഹിന്ദു വോട്ടർമാർ കോൺഗ്രസിൽ നിന്ന് അകന്നു എന്നൊരു വലിയ ഒരു നറേറ്റീവ് ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള പരിശ്രമം അത് പാഴായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അവിടുത്തെ ജനങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു കയ്യബദ്ധം അവർ തിരുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പം നിങ്ങൾ കണ്ടു, തൃശ്ശൂർ കോർപ്പറേഷൻ നഗരമേഖലകളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞത് അത് സൂചിപ്പിക്കുന്നത് രാജ്യത്തിന് തന്നെ വലിയൊരു സന്ദേശം നൽകിയിരിക്കുകയാണ്. കേരളം പോലൊരു പ്രബുദ്ധ സംസ്ഥാനത്ത് ഒരിക്കൽ പറ്റിയിട്ടുള്ള ഒരു അബദ്ധം തിരുത്താൻ തൃശ്ശൂരിലെ ജനങ്ങൾ, സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനം, തയ്യാറായി എന്ന ഒരു വലിയ സന്ദേശം കൂടി കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്, തൃശ്ശൂരിലെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഭാവിയിൽ അത് കേരളത്തിൽ മുഴുവൻ ആവർത്തിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ചതാണ് BJPയുടെ പ്രകടനം എന്ന് മാത്രമല്ല കേരളത്തിൽ ഒരു കോർപ്പറേഷൻ വിജയിക്കാൻ കഴിഞ്ഞു, അത് ഗംഭീരമായ കാര്യം തന്നെ, സംശയമില്ല. പക്ഷേ 25% തദ്ദേശ സ്ഥാപനങ്ങൾ ജയിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതാണ് അമിത്ഷാ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 300-ൽ പരം ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ കൂടിയിട്ടുണ്ട്. നേരിയ വ്യത്യാസം മറ്റ് കണക്കുകളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 25% എന്നുള്ളതിൻ്റെ അടുത്തുപോലും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അവിടെ വസ്തുതയായി നിൽക്കുന്നുണ്ടല്ലോ. BJP ഏതെങ്കിലും തരത്തിൽ സമ്പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന, സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണോ ഇത്? നമുക്ക് തൃപ്തിയുടെ പ്രശ്നമല്ല ഇത് നമ്മൾ ദീർഘവീക്ഷണത്തോടുകൂടി കാണുമ്പോൾ വലിയ പ്രതീക്ഷ തരുന്ന, വലിയ ആത്മവിശ്വാസം തരുന്ന, നമുക്ക് വലിയ സാധ്യതകൾ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഫലമാണിത്. നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് കുറെ കൂടി സ്വപ്നതുല്യമായിട്ടുള്ള ലക്ഷ്യമായിരിക്കും. അത് എപ്പോഴും അച്ചീവബിൾ ആയിക്കൊള്ളുന്നില്ല. അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിനോട് അടുത്തെങ്കിലും എത്താൻ സാധിക്കുക എന്നുള്ളതാണ്. BJPയുടെ പ്രകടനം എല്ലാ തലങ്ങളിലും കഴിഞ്ഞ വട്ടത്തിനേക്കാൾ മെച്ചപ്പെട്ടു എന്നുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത്. കോർപ്പറേഷൻ കേരളത്തിൽ ആദ്യമായിട്ടൊരു കോർപ്പറേഷൻ BJP നേടുകയാണ്. അത് തന്നെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനാണ് BJP നേടുന്നത്. കേരളത്തിൽ BJPയുടെ ഒരു മേയർ ഉണ്ടാവുകയാണ്. കേരളത്തിന്റെ തലസ്ഥാനം അല്ലെങ്കിൽ തലച്ചോറ് അല്ലെങ്കിൽ കേരളത്തിന്റെ ചിന്താ പദ്ധതിയെ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രത്തെ, പ്രധാന നഗരത്തെ BJP നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അടുത്ത 5 വർഷം കൊണ്ട് എങ്ങനെയാണ് തലസ്ഥാന നഗരിയെ BJP മാറ്റിമറിക്കുന്നത് എന്നുള്ളത് കേരളത്തിന് മുഴുവൻ ഒരു നല്ല അനുഭവം, നല്ലൊരു പാഠവുമായിരിക്കും. ഇതെല്ലാം അടുത്ത തവണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റത്തിനുള്ള സാധ്യതയാണ്. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. സീറ്റുകളുടെ എണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 354 സീറ്റുകൾ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റികൾ നേടാൻ സാധിച്ചു. എണ്ണം അതേപോലെ തന്നെ നിലനിർത്താൻ സാധിച്ചു. പന്തളം നഗരസഭ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ പോലും തൃപ്പൂണിത്തറയിൽ BJPക്ക് ഭരണത്തിലേറാനുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കേവല ഭൂരിപക്ഷം എത്തിയിട്ടില്ലെങ്കിൽ പോലും അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായിട്ട് തൃപ്പൂണിത്തറയിൽ ആദ്യമായിട്ട് BJP അവിടെ വിജയത്തിനോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പാലക്കാട് നഗരസഭ ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിച്ചു. ഇവിടെ പലരും പാലക്കാട് നഗരസഭയിൽ BJPക്ക് സമ്പൂർണ്ണമായിട്ടുള്ള തിരിച്ചടിയാണ് ഉണ്ടാവുക, പാലക്കാട് നഗരസഭയിൽ BJP എടുത്താലുണ്ടാവില്ല, അവിടെ കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്ന് പാലക്കാട് നഗരസഭയിലെ 54 വാർഡുകളിൽ 25 1-ാം സ്ഥാനത്ത് വന്ന് പാലക്കാട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് BJP 3-ാം തവണയും പാലക്കാടിന്റെ ജയം ഉറപ്പിച്ചുള്ള കാഴ്ചയുണ്ടായി. പഞ്ചായത്തുകളുടെ കാര്യത്തിൽ BJP നേരെ ഡബിൾ ദ നമ്പറിലേക്കാണ് പോയത്, ഒറ്റയടിക്ക് ഇരട്ടിയാക്കുക ചെയ്തത്. കഴിഞ്ഞ തവണ 13 പഞ്ചായത്തുകളാണ് BJP ഭരിച്ചിരുന്നെങ്കിൽ ഇത്തവണ 26 പഞ്ചായത്തുകൾ BJP ഭരിക്കുന്ന അവസ്ഥയുണ്ടായി. നേരെ ഇരട്ടിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മൊത്തം വാർഡുകളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ നമുക്ക് ആകെ 1600-ഓളം വാർഡുകളിലാണ് BJPക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളതെങ്കിൽ ഇത്തവണ 1850-ഓളം വാർഡുകളിലേക്ക് BJPക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 250 വാർഡുകളുടെ വർധനവ് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ സമഗ്രമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തലങ്ങളിലും BJPക്ക് പ്രസൻസ് ബോധ്യപ്പെടുത്താൻ മാത്രമല്ല BJP ജയിക്കുന്നൊരു പാർട്ടിയാണ് എന്നുള്ളൊരു വിശ്വാസം, എന്നൊരു ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയിലെ ജയത്തിനൊരു സിംബോളിക് ആയിട്ടുള്ള വാല്യൂ കൂടിയുണ്ട്. അതിന് വളരെ ഒരു എന്താ പറയുക, ഒരു ബിംബാത്മകമായിട്ടുള്ള ഒരു റെലവൻസ് കൂടിയുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ജയിക്കാവുന്ന ഒരു പാർട്ടിയാണ്. ഇവിടുത്തെ പ്രശ്നം BJP മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മോശം പാർട്ടി ആയതുകൊണ്ടോ പെർഫോമൻസ് മോശമായതുകൊണ്ടോ ഒന്നുമല്ല. കേരളത്തിന്റെ വോട്ടിംഗ് ശൈലി നെഗറ്റീവ് വോട്ടിംഗ് ആയതുകൊണ്ട്, ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും BJPക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ മടിക്കുന്നത്. കാരണം BJPക്ക് വോട്ട് ചെയ്താൽ
BJP ജയിക്കില്ല, അതുകൊണ്ട് മറ്റൊരു തന്നെ ജയിച്ചാലോ എന്നുള്ള ആശങ്ക കൊണ്ടാണ് BJPക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നത്. ആ ആശങ്ക മാറ്റിയെടുക്കാൻ BJP ജയിക്കുന്ന പാർട്ടിയാണ്, നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ BJPക്ക് ജയിക്കാനും ഭരിക്കാനും സാധിക്കും എന്ന് അത് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു, നേമത്ത്, അതിനുശേഷം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു, ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒരു കോർപ്പറേഷൻ തന്നെ നേടിക്കൊണ്ട് BJPയുടെ ആ മെസ്സേജ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന ചിത്രം. അതുകൊണ്ട് തന്നെ 25% എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല, ശരിയാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ മെച്ചപ്പെട്ട പ്രകടനം BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയത്തിന്റെ ദിവസമാണിന്ന്. ശരി, അതാണ് ശ്രീ NP ചെക്കുട്ടി. ഈ ജനവിധിയെ എങ്ങനെ കാണണം? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മികച്ച വിജയം നേടുമെന്ന ആത്മവിശ്വാസം LDF-ന് ഉണ്ടായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും കോഴിക്കോട്, കൊല്ലം കോർപ്പറേഷനുകൾ കൈവിടില്ല എന്ന ഉറച്ച പ്രതീക്ഷയായിരുന്നു. പക്ഷെ കൊല്ലം കോർപ്പറേഷൻ സർപ്രൈസിംഗ്ലി UDF പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ UDF 500 കടക്കുന്നത് നമ്മൾ കണ്ടു. ജില്ലാ പഞ്ചായത്തുകൾ ഒപ്പത്തിനൊപ്പമാണ് എന്ന സവിശേഷതയുണ്ട്. തലസ്ഥാനം BJP പിടിക്കുന്നത് നമ്മൾ കണ്ടു. പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള പ്രകടനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വളരെ ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് ഈ പെൻഷനുകളും മറ്റും കൂട്ടിയതുകൊണ്ട് ഇല്ലാതാവുന്നില്ല എന്ന് വരുന്നു. ശബരിമല വിഷയം ഒരു തരത്തിൽ ഒരു വികാരമായി മാറുന്നുണ്ട് എന്ന് ചിലയിടങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒപ്പം ന്യൂനപക്ഷങ്ങൾ, വിശിഷ്യ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ LDF-നെ സമ്പൂർണ്ണമായി കൈവിടുന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ UDF ഫോൾഡിലേക്ക് മടങ്ങിപ്പോകുന്നു. പല രാഷ്ട്രീയ വായനകളുണ്ട്. താങ്കൾ ഏതിനൊപ്പം നിൽക്കും? ഞാനിതിനൊരു ഒരു ക്ലിയർ കട്ട് പൊളിറ്റിക്കൽ മെസ്സേജ് ആയിട്ടാണ് കാണുന്നത്. സാധാരണ നമ്മുടെ ഈ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും ഈ തരത്തിലൊരു സോളിഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ജനങ്ങൾ കൊടുത്തിരുന്നില്ല. കാരണം ആ തരത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ ഒരിക്കലും ഉണ്ടാകാറുമില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രാദേശിക തലത്തിലുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട് ഒരു സ്വാഭാവികമായി അതിൽ പാർട്ടി നോക്കിയിട്ടല്ല പലപ്പോഴും ജനങ്ങൾ അതിൽ വോട്ട് ചെയ്യുന്നത്. ആ ഒരു സംഗതി നോക്കിയാൽ നമ്മൾ 90 മുതൽ 1990-ലെ ഡിസ്ട്രിക്ട് കൗൺസിൽ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായിരുന്ന പാർട്ടികൾ, മലബാറിലാണെങ്കിൽ CPM, ലീഗ്, ഈ 2 പാർട്ടികളും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരുടെ മേഖലകളിൽ വിജയിച്ചിരുന്നു. കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. പക്ഷേ എനിക്ക് ഏറ്റവും നന്നായിട്ട് പരിചയമുള്ള പ്രദേശമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ, ഞാനിപ്പോൾ ഇരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ 50 വർഷം, അരനൂറ്റാണ്ട് കാലം തുടർച്ചയായിട്ട് ഭരിച്ചതാണ് LDF. ഇത്തവണ ഏതാണ്ട് തോറ്റു എന്ന മട്ടിൽ, മേയറാവാൻ വെച്ചിരുന്ന ആളൊക്കെ തോറ്റു കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് തോറ്റു എന്ന മട്ടിൽ നിന്ന് വളരെ 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 പരിമിതമായ മട്ടിൽ വിജയത്തിലേക്ക് എത്തി എന്ന് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു വിജയത്തെക്കാൾ അതൊരു പരാജയമാണ്. കാരണം ജനങ്ങൾ വലിയ തോതിലൊരു ശിക്ഷ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ഈ കൗൺസിലർമാരോടോ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതിയോടോ ഉള്ള പ്രശ്നമല്ല, മറിച്ച് കേരളത്തിൻ്റെ ഇപ്പോഴുള്ള ഭരണത്തോട്, കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട്, അവരെടുക്കുന്ന നിലപാടുകളോട്, അതിനോടൊക്കെയുള്ള കടുത്ത രോഷം അത് വളരെ പ്രകടമായിട്ട് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ ഏതൊക്കെ വിഷയങ്ങളാണ് ഇതിനകത്ത് ജനങ്ങളെ സ്വാധീനിച്ച് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഭരണത്തിൻ്റെ പോക്ക് ശരിയല്ല, ഈ ഭരണം ജനങ്ങളോട് എടുക്കുന്ന നിലപാടുകൾ ശരിയല്ല. അതേപോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ച് ജനകീയ പ്രശ്നങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഹാരമുണ്ടാക്കി ഈ സർക്കാർ വിജയിക്കുന്നില്ല. അങ്ങനെയുള്ള ആ തരത്തിലുള്ള ഒരു രണ്ടാമത്തത് ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ഇതിനകത്തുള്ള പ്രശ്നം. ശബരിമലയിൽ പോലും കൊള്ള ചെയ്യാൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് തലപ്പത്തുള്ള ആളുകൾക്ക്, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഏറ്റവും സമുന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ശബരിമല പോലും കൊള്ള ചെയ്യാൻ പറ്റി. കാരണം ലേശം പേടി ഉണ്ടാവുമല്ലോ, വീട്ടുകാർക്കെങ്കിലും പേടി ഉണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ ഈ സ്ഥാപനങ്ങൾ, ജില്ലാ പഞ്ചായത്ത് ആയാലും ശരി, പഞ്ചായത്ത് ബോർഡായാലും ശരി, അവരുടെ കയ്യിൽ കിട്ടിയാൽ വല്ലതും നാട്ടിൽ ബാക്കി ഉണ്ടാവുമോ എന്നൊരു തോന്നലുണ്ടാവും. ഈ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒന്ന്. മൂന്നാമത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് അമിതമായിട്ടുള്ള ഒരു കമ്മ്യൂണലൈസേഷൻ ഇതിനകത്ത് പ്രയോഗിച്ചിരുന്നു. അതിന് തലപ്പത്ത് നിന്നത്, അതിന് മുമ്പിൽ നിന്നത് മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകൾ തന്നെയാണ്. വളരെ കൃത്യമായിട്ട് ഒരു കേരളത്തെ കമ്മ്യൂണലായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ശ്രമം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക ഒരു 1% ആളുകൾ പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് വലിയൊരു വിഷയമാക്കി 3-4 ദിവസം തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളം മുഴുക്കെ ആഞ്ഞടിച്ചു. എന്തിന്? UDF-ൻ്റെ പ്രധാനപ്പെട്ട വിജയം പിന്നെ ജമാഅത്തെ ഇസ്ലാമില എന്നൊക്കെ പറഞ്ഞു നടന്നു. ജനങ്ങൾ അതിനെ പൂർണ്ണമായി തിരസ്കരിച്ചതിന് തെളിവാണ് മലപ്പുറം.
മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയല്ല മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല ഉള്ളത്. പക്ഷേ മലപ്പുറത്തെ മിക്കവാറും ഒരൊറ്റ സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക് UDF എന്ന് വെച്ചാൽ മലപ്പുറത്തെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് മലപ്പുറത്ത് 94-ൽ 90 പഞ്ചായത്ത് UDF ജയിക്കുന്നു. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും ഒരു വലിയ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയിലെ എല്ലാ ഡിവിഷനുകളും UDF ജയിക്കാൻ. കോഴിക്കോട്, ഇപ്പൊ താങ്കളുടെ കോഴിക്കോട് നോക്കൂ, 39 ഗ്രാമപഞ്ചായത്തുകൾ UDF ജയിക്കുമ്പോൾ 27ലേക്ക് LDF ചുരുങ്ങാണ്. ജില്ലാ പഞ്ചായത്ത് LDF നഷ്ടപ്പെടുന്നു. 2001 ശേഷം കൈപ്പത്ത് ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് ജയിച്ചിട്ടേ ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട് എന്ന് ഓർക്കണം. അപ്പോൾ ഒരു വലിയ ബാക്ക്ലാഷ് ഉണ്ട്, ഒരു റിവേഴ്സൽ നടക്കുന്നുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ്. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളെ വർഗീയമായിട്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ ഈ വർഗീയമായിട്ടുള്ള വിഭജനത്തിനെ പൂർണ്ണമായും തിരസ്കരിക്കും. അതിന് കാരണം എന്താണ്? കേരളത്തിലെ ജനങ്ങൾ ഇന്നും ഇന്നലെയും അല്ല ഇവിടെ ജീവിക്കുന്നത്. വിവിധ സമുദായങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ 1500 കൊല്ലമായിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ 2000 കൊല്ലമായിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റു സമുദായങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഈ സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. അതിനെ ഡിവൈഡ് ചെയ്യാൻ, അതിനെ പലതരത്തിലുള്ള വ്യാജമായ വ്യാഖ്യാനങ്ങൾ വെച്ചുകൊണ്ട് അവരെ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ അതിശക്തമായിട്ട് ചെറുക്കാനുള്ള ആത്മശക്തി ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അതാണ് മലപ്പുറത്ത് ഒരു 10-25% ഹിന്ദുക്കളില്ലേ, ക്രിസ്ത്യാനികളില്ലേ, അവരൊക്കെ തന്നെ ഈ അജണ്ടകളെ പൂർണ്ണമായും തിരസ്കരിച്ചതാണല്ലോ ഒന്ന് കണ്ടത്. അപ്പോൾ അത് കോഴിക്കോട്ട് അതിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഗവൺമെന്റിന്, ഈ സർക്കാരിന്, പാർട്ടിക്ക്. എന്താണ്? നിങ്ങളുടെ ഈ അജണ്ടകൾ ജനങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങൾ കുറെ കൂടി ജനങ്ങൾക്ക് അനുകൂലമായ, ജനങ്ങളോട് ആഴത്തിലുള്ള ആത്മബന്ധം സ്ഥാപിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയുമായിട്ട് വരണം. ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കരുത് എന്ന ക്ലിയർ ആയിട്ടുള്ള അതൊരു വലിയ വിമർശനമാണ്. പി കെ ഗോപൻ ഒരു ഇടതുപക്ഷ മുന്നണി കേൾക്കാൻ പാടില്ലാത്ത വിമർശനമാണ്. അത് നിങ്ങൾ കേൾക്കുകയാണ്. മൃദു ഹിന്ദുത്വവും ജമാഅത്തെ ഇസ്ലാമിയെ ഭാഷയിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മ്യൂണൽ അറ്റ്മോസ്ഫിയറിന്റെ തിരിച്ചടി എന്ന നിലയിൽ കൂടി നോക്കൂ. ന്യൂനപക്ഷ മേഖലയിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടി അത് മലബാർ മേഖലയിൽ മാത്രമല്ല, താങ്കൾ കൊല്ലത്തിരിക്കുന്നതുകൊണ്ട് അറിയാം, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അടക്കം ആ പാറ്റേൺ വളരെ വ്യക്തമാണ്. ഇതിനുള്ള കാരണം കൂടി നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു 10-15 തവണ എങ്കിലും കമ്മ്യൂണലായ പരാമർശങ്ങൾ നടത്തി, ഒരു സമൂഹത്തെ ആകെ തന്നെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി. വി ഡി സതീശൻ അതിനെ ശക്തമായി തള്ളിപ്പറഞ്ഞു. പിണറായി വിജയൻ അതിനെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, എൻഡോസ് ചെയ്യുന്ന മട്ടിലായിരുന്നു പ്രവർത്തനങ്ങൾ. അയ്യപ്പ സംഗമത്തിന് കാറിൽ കയറ്റി കൊണ്ടുപോയി ഒരു തരത്തിൽ പുരസ്കരിക്കുന്ന മട്ടിൽ പെരുമാറി. വളരെ സെക്യുലറായ ഈഴവ സമൂഹം വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം ചേർത്താലേ വോട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ആ ആക്ഷൻ വലിയ തോതിൽ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നു എന്ന് ഈ റിസൾട്ട് കാണുമ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ശ്രീ അഭിലാഷ് മോഹനും ശ്രീ NB ചേക്കുട്ടിയും കൂടി കൊടുത്ത നരേറ്റീവ് ഇടതുപക്ഷത്തിന് അർഹമായ നരേറ്റീവ് അല്ല ഇപ്പോൾ കൊടുത്തത്. അദ്ദേഹം ഒരു പ്രത്യേക വിഭജനത്തെ പലപ്പോഴും താലോലിക്കുകയും തലോടുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീ NB ചേക്കുട്ടി. ഞങ്ങൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നുകൂടി ഇലക്ഷൻ റിസൾട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇവിടെ LDFൻ്റെ പേരിൽ ചാരാൻ നിങ്ങൾ പരിശ്രമിക്കുന്ന, ഞങ്ങൾ ഈ വർഗീയതയുടെ അപകടത്തെ ചൂണ്ടിക്കാണിക്കാൻ പരിശ്രമിച്ചപ്പോഴാണ് നിങ്ങളത് തിരിച്ചു വയ്ക്കുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന അത്തരം അഭിപ്രായങ്ങളോട് CPIMൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി എന്ന SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയെ കൈപ്പാട് അകലത്തിൽ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ SNDP എന്നുള്ളത് കേരളത്തിലെ ഒരു പ്രമുഖമായ സാമൂഹ്യ പ്രസ്ഥാനമാണ്. അല്ല, ഈ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ? അന്നും വെള്ളാപ്പള്ളി നടേശനും ഇതുമാലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ എത്ര രൂക്ഷമായ ഭാഷയിലാണ് അന്ന് BDJS പരീക്ഷണത്തെ എതിർത്തത്. മറ്റേ പല വിഷയങ്ങൾ, ശാശ്വതികാനന്ദയുടെ മരണം മുതൽ മൈക്രോ ഫിനാൻസ് വരെ എടുത്ത് VS അച്യുതാനന്ദൻ അടരാടിയതുകൊണ്ട് ആ സെക്യുലർ ഫാബ്രിക് തകരാതെ നിന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സമീപനം എടുക്കുന്നില്ല. വളരെ അയഞ്ഞ സമീപനം. ഒരു പക്ഷേ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചായിരിക്കാം. അത് ഒരു തരത്തിലും എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലുള്ളവർ വോട്ട് ചെയ്തില്ല, മറ്റ് സെക്യുലർ ആയിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്തില്ല, ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വന്നില്ലേ? ശ്രീ അഭിലാഷ, വളരെ സെൻസിറ്റീവായ ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് ഞാനത് എൻ്റെ ഒരു പോയിന്റ് സമർത്ഥിക്കാനുള്ള സമയം എന്താ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇതിപ്പം തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞല്ലോ, ഇനി വോട്ടിന് വേണ്ടിയുള്ള വർത്തമാനം പറച്ചിലല്ലല്ലോ ആരും നടത്തേണ്ടത്. അതുകൊണ്ട് യാഥാർത്ഥ്യബോധം കാണണമല്ലോ. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 9.5 വർഷത്തെ LDF ഭരണത്തിനിടയിൽ അഭിലാഷ് മോഹൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകർ UDFൻ്റെ കാലത്തെ
മതസ്വാധീനത്തിൻ്റെ ഇടപെടലും സാമുദായിക പ്രസ്ഥാനങ്ങൾ ഭരണത്തിൽ ഇടപെട്ടതുമെല്ലാം കണ്ടതല്ലേ? രണ്ടാം മന്ത്രിസ്ഥാനമെന്നോ അല്ലെ രണ്ടാം കേന്ദ്രമെന്നോ ഒക്കെ പറഞ്ഞ് ചർച്ച നടന്നതല്ലേ? ഓരോ സമുദായ സംഘടനയും അവരുടെ ഭാരവാഹികളെ, എന്തിന് മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതൊക്കെ ഓർമ്മയില്ലേ? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ LDFൻ്റെ ഭരണകാലത്തുണ്ടോ? അപ്പോൾ സാമുദായിക പ്രസ്ഥാനങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്താനുള്ള ശേഷി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കാണിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ കേരളത്തിൽ അരിച്ചരിച്ച് കടന്നു വരുന്ന വർഗീയത, BJPയുടെ ഒരു അമിതമായിട്ടുള്ള വർഗീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് കേരളത്തിലും അവർക്ക് അതല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ലക്ഷക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും അവരുടെ പ്രചാരണ സാമഗ്രികൾ ഉപയോഗിച്ചും വലിയ നുണ പ്രചരിപ്പിച്ച് കേരളത്തിലെ മധ്യവർഗ ജനതയെ കൂടി BJPയുടെ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് പോലും. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ UDF എടുക്കേണ്ട നിലപാടെന്താണ്? ഇസ്ലാം വർഗീയത അവരത് പരസ്യമായി സമ്മതിച്ചല്ലോ. ഇപ്പോൾ ശ്രീ എൻ ബി ചേക്കുട്ടി പറയുന്നത് ജമായത്തെ ഇസ്ലാമി മുസ്ലിം വിഭാഗത്തിൻ്റെ 1% പോലും വരില്ലെന്ന്. അദ്ദേഹം എത്ര തെറ്റായിട്ടാണ് കേരള രാഷ്ട്രീയത്തെ കാണാൻ പരിശ്രമിക്കുന്നത്. ജമായത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ അതിൻ്റേതായ ഒരു സ്വാധീനമുണ്ട് സർ. RSSൻ്റെ രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമി UDFുമായിട്ട് സഖ്യം ചേരാൻ തീരുമാനിച്ചത്. ആ ജമായത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് മതരാഷ്ട്രവാദമാണ്. അല്ലെങ്കിൽ അവരുടെ സംഘടനയായിട്ടുള്ള വേറൊരു കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുമായിട്ടാണ് ബന്ധം എന്നുള്ളതാണ്. അതായത് RSSുമായിട്ടല്ല ബന്ധം, BJP ആയിട്ട് ബന്ധമെന്ന് പറയുന്ന പോലുള്ള കാര്യമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വർഗീയതയെ കേരളത്തിൽ മതനിരപേക്ഷത നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം ചൂണ്ടിക്കാണിച്ചപ്പോൾ അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടിയായിട്ട് വരാൻ കാര്യമെന്ന് പറഞ്ഞാൽ അത് നാളെയും പറയും സാർ. RSSും ജമായത്തെ ഇസ്ലാമിയും SDPIയും പോപ്പുലർ ഫ്രണ്ടും വെൽഫെയർ പാർട്ടിയെ പോലുള്ള വർഗീയ സംഘടനകളെ തിരുത്താനും അതിനെ എതിർക്കാനും അതിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുപോയി കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കുകയുള്ളൂ. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ കേരളത്തെ വർഗീയമായി വിഭജിക്കാനാണ്. വർഗീയ ശക്തികളോട് നേർക്കുനേർ നിന്നുകൊണ്ട് നിങ്ങൾ കേരളത്തെ വിഭജിക്കുന്നത് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളത് പറയുന്നത് കേരളത്തെ വർഗീയമായി വിഭജിക്കാനാണെന്നുള്ള എൻ ബി ചേക്കുട്ടിയുടെ നറേറ്റീവ് തൽക്കാലം അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കട്ടെ. അതല്ല കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വർഗീയമായി. ഞാനൊരു നല്ല ഉദാഹരണം ശ്രീ അഭിലാഷെ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇവർ വർഗീയമായി. എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. നിങ്ങൾ കൊല്ലം ജില്ലയിലെ നമുക്ക് സന്ദീപ് വരെ നമ്മൾ ഈ വിജയത്തെ, നിങ്ങളുടെ വിജയത്തെയും ഇടതുമുന്നണിയുടെ പിന്നോട്ടടിയെയും BJPയുടെ പ്രകടനത്തെയും ഒക്കെ വിലയിരുത്തണമല്ലോ. അങ്ങനെ വിലയിരുത്തുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം എടുത്താൽ തിരുവനന്തപുരത്തെ മുനിസിപ്പാലിറ്റികളെല്ലാം LDF നേടുന്നു എന്ന് മാത്രമല്ല പലയിടത്തും BJP അവിടെ 2ാം സ്ഥാനത്ത് എത്തുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു പാറ്റേൺ അവിടെ നിൽക്കുന്നുണ്ട്. ആറ്റിങ്ങലും വർക്കലയിലും അതുപോലെ കൊല്ലത്ത് പറവൂരിലും ഒക്കെ BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണാം. കൊല്ലത്ത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിർത്താൻ LDFന് കരുനാഗപ്പള്ളി ഒഴികെയുള്ള മുനിസിപ്പാലിറ്റികൾ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തെക്കൻ കേരളത്തിൽ പത്തനംതിട്ടയിൽ നിങ്ങളുടെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളെടുത്താൽ LDFന്റെ ബേസ് അവിടെ ഭദ്രമാണെന്നും അതേപോലെ തന്നെ BJP അവരുടെ ഷെയർ അവിടെ കൂട്ടിക്കൂട്ടി വരുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ മറ്റ് പലയിടങ്ങളിൽ, ഇപ്പോൾ എറണാകുളം പോലെയുള്ള ജില്ലകളിൽ, എറണാകുളത്തും മലപ്പുറത്തും ഒക്കെ നിങ്ങൾക്ക് സമ്പൂർണ്ണമായ വിജയം കിട്ടി, അത് ശരിയാണ്. പക്ഷേ ഓരോ ജില്ലയിലും ഓരോ നിലയിൽ രാഷ്ട്രീയം എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാകുമ്പോഴും അത് എല്ലായിടത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വിജയമായി മാറാത്തതെന്ന് ആലോചിക്കുന്നുണ്ടോ? അങ്ങനെയല്ല അഭിലാഷേ. എനിക്കതിലൊരു പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫാക്ട് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം നഗരം എല്ലാ കാലത്തും BJPക്ക് അല്ലെങ്കിൽ അതിനു മുൻപ് ഒരുപക്ഷെ കേരളവർമ്മ രാജയുടെ കാലം മുതൽക്ക്, അന്നത്തെ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാലം മുതൽക്ക് തന്നെ BJP RSSനും ഒക്കെ ഒരു അടിത്തറയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാജുവലായിട്ടുള്ള വളർച്ച മാത്രമാണ് തിരുവനന്തപുരത്ത് BJPക്ക് കിട്ടിയിട്ടുള്ളത്. സത്യത്തിൽ BJPക്ക് ഒരു പക്ഷേ ഇതിനു മുമ്പേ പിന്നെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളത് വളരെ വൈകിട്ടാണ് ഇപ്പോൾ അവർക്ക് ഈ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്നതെങ്കിൽ അത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും 10 വർഷത്തിലധിക കാലമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ വലിയ തോതിലുള്ള ഫണ്ടിങ്ങും വലിയ തോതിലുള്ള ഫോക്കസിങ്ങും ശ്രദ്ധയും ഒക്കെ കൊടുത്തൊരു സ്ഥലത്ത് അവർക്കൊരു എന്താ പറയുക, അവർ പ്രതീക്ഷിച്ചതുപോലെ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, തിരുവനന്തപുരം ജില്ലയുടെ അടക്കം. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തേക്ക് മാധ്യമങ്ങളടക്കമുള്ളവർ പ്രവചിച്ചിരുന്നത് തെക്കൻ കേരളത്തിലേക്ക് കോൺഗ്രസ് അപ്രസക്തമാവുന്നു എന്നുള്ളതാണ്. ആ നറേറ്റീവ് തെറ്റാണെന്ന് തെളിഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങാം. തൃശ്ശൂർ BJP ജയിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അവിടെ UDF 3ാം സ്ഥാനത്ത് വരുന്നു. UDF സംഘടനാപരമായിട്ട് കോൺഗ്രസ് അവിടെ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നു. പക്ഷേ കേവലം ഒരു വർഷത്തിനുള്ളിൽ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ളൊരു മുന്നേറ്റം, UDF നടത്തിയിട്ടുള്ള മുന്നേറ്റവും എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാതിരിക്കാൻ സാധിക്കുന്നത്?
പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ജനവിധി കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. RSSനെയും BJPയെയും കേരളത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കുന്നത് അത് UDF ഒരിക്കൽ കൂടി തെളിയിക്കുന്ന പ്രകടനമാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. മറുവശത്ത് BJPയെ പ്രതിരോധിക്കേണ്ട LDF പല സ്ഥലങ്ങളിലും അവർ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ BJP രണ്ടാമതൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം ചില സ്ഥലങ്ങളിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അവിടെയെല്ലാം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള വലിയ വീഴ്ചയുണ്ട്. CPM BJP ധാരണ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഉടനീളം പല സ്ഥലങ്ങളിലും പരസ്പരം സഹായിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തലും പരസ്പരം സഹായിക്കലും ഒക്കെ കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി UDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ അങ്ങേയറ്റം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ UDFന് അനുകൂലമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയില്ല. ഞാൻ ചില പ്രത്യേക വ്യക്തികളെയോ ചില പ്രത്യേക സ്ഥലങ്ങളെയോ ഒന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കോളാമ്പിയായി നടന്നിരുന്ന പലരുടെയും സ്ഥലങ്ങളിൽ പോലും പ്രധാനപ്പെട്ട പലരുടെയും സ്ഥലങ്ങളിൽ പോലും കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിച്ചവരുടെ സ്ഥലങ്ങളിൽ പോലും UDFന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പത്തനംതിട്ട ജില്ലയുടെ കാര്യം അങ്ങ് പറഞ്ഞു. ശബരിമല എന്ന് പറയുന്ന കേരളത്തിന്റെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിൽ CPM നടത്തിയിട്ടുള്ള സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ഒരു സെക്കൻഡ് പത്തനംതിട്ടയിൽ UDFന് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം നിങ്ങൾ കാണാതിരുന്നുകൂടാ. പത്തനംതിട്ടയിൽ ഈ സ്വർണ്ണപ്പാളി കവർച്ച വിഷയത്തിൽ ഏറ്റവും ശക്തമായിട്ട് പ്രതിഷേധ രംഗത്തിറങ്ങിയത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. ഏറ്റവും ആദ്യം പ്രക്ഷോഭ രംഗത്തിറങ്ങി 10 ദിവസം അതിന്റെ പേര് ജയിലിൽ കിടന്നിട്ടുള്ളയാളാണ് ഞാൻ. അവിടെ ഏറ്റവും ശക്തമായി സമരം മുന്നോട്ട് കൊണ്ടുവരുന്നത് UDF ആണ്. UDFന്റെ വലിയ പ്രക്ഷോഭം ഉണ്ടായി. പന്തളത്ത് വലിയ വിശ്വാസ സംഗമം സംഘടിപ്പിച്ചു. അങ്ങനെ വലിയ തോതിൽ ഈ ശബരിമല വിഷയം ഏറ്റെടുത്തുകൊണ്ട് UDF നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിന് അയ്യപ്പ വിശ്വാസികൾ നൽകിയിട്ടുള്ള ഒരു വലിയ പിന്തുണയുണ്ട്. അത് കേരളത്തിലുടനീളം ദൃശ്യമാണ്. മതേതര വിശ്വാസികൾ പൂർണ്ണമായും നിങ്ങൾ എല്ലാ ജില്ലകൾ പരിശോധിക്കൂ. വിവിധ മതവിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള ജില്ലകളിലൊക്കെ കോൺഗ്രസിനും UDFനും അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് ഈ സമയത്ത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം അറിയുന്നവർ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതൊരു UDFന്റെ തിരിച്ചുവരവാണെന്ന് നിസ്സംശയം പറയും. അവിടെ ചില പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി CPM ആണ്, ഇടതുപക്ഷമാണ്. അവർ തമ്മിലുള്ള ധാരണയാണ് അതിന്റെ കാരണം. നിങ്ങൾക്കറിയാലോ, തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾ ടെസ്റ്റ് കേസായിട്ട് എടുക്കൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി വളരെ പെർഫെക്റ്റ് ആയിട്ട് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത് UDF അല്ലേ, കോൺഗ്രസ് അല്ലേ? ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചില്ലേ? അവിടെ ഞങ്ങളുടെ സീറ്റുകളുടെ എണ്ണം വളരെയധികം വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ലേ? ഏറ്റവും നല്ല പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞല്ലേ? അങ്ങനെ ഞങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ പോരാടുമ്പോൾ ആ സംഘപരിവാറിനെ ദാസ്യപ്പെടുകയും PM ശ്രീ പോലെയുള്ള പദ്ധതികൾക്ക് പിൻവാതിലൂടെ പോയി CPIക്കാരെ പോലും അറിയിക്കാതെ ഒപ്പിടുകയും ചെയ്തിട്ടുള്ള പിണറായി വിജയന്റെ സംഘപരിവാർ ദാസ്യത്തിനേറ്റ തിരിച്ചടി കൂടിയാണ്. തൃശ്ശൂരിൽ ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്തിയെങ്കിൽ, BJPയുടെ സ്വപ്നങ്ങൾക്ക് ഞങ്ങൾ തടയിട്ടെങ്കിൽ, തിരുവനന്തപുരത്ത് അത് തടയാൻ ബാധ്യതയുണ്ടായിരുന്ന CPMന് അത് സാധിച്ചില്ല. ഞങ്ങളുടെ പെർഫോമൻസ് അവിടെ ഭേദമാണ്. ഞങ്ങളവിടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ CPM അവിടെ പരാജയപ്പെട്ടു. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് സത്യം മനസ്സിലായിട്ടുണ്ട്. അവർ BJPയിൽ നിന്ന് അകന്ന് നടക്കാൻ തീരുമാനം. ഒറ്റ കാര്യം നമ്മൾ ഈ പഞ്ചായത്തുകളെ ശ്രദ്ധിക്കണം. ഇപ്പൊ BJP പറയുന്ന പോലെ ഒരു വലിയ സർജ ഒന്നും ഉണ്ടായിട്ടില്ല. BJP അവകാശപ്പെട്ടിരുന്ന 5000 സീറ്റുകൾ ജയിക്കാനായിരുന്നു അവർ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ള വലിയ, നിങ്ങൾക്കറിയാം അഭിലാഷ്, എനിക്ക് നേരിട്ടറിയാം, കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കേരളത്തിൽ 2 മുന്നണികൾക്കും ഇല്ലാത്ത തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് ഓരോ വാർഡുകളിലേക്കും കൊടുത്തത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വാർഡുകളിലേക്കും കൊടുത്തത്. ഈ ഫണ്ടൊക്കെ താഴെത്തലത്തിൽ എത്തിയോ എന്നുള്ളത് വേറെ കാര്യം. BJP ആയതുകൊണ്ട് കൊടകരയിലും വഴിയരികിലും ഒക്കെ അത് നേതാക്കന്മാർ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് ചരിത്രം. പക്ഷേ കോടിക്കണക്കിന് രൂപ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് BJPയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഒഴുക്കിയിട്ടും BJPക്ക് ഇതൊന്നും നേടാൻ സാധിച്ചില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഇതുപോലെ ഞങ്ങൾ കോർപ്പറേഷൻ ജയിച്ചേ പറഞ്ഞുകൊണ്ട് നടക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അവസ്ഥ എന്താ? തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു വന്നതല്ലേ? എന്താ ഈ അവസ്ഥ? മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതാണ് അവസ്ഥ. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 1600 നിന്ന് 100-200 വർധന, അതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള വർധനവ് പോലും ഇല്ല. വാസ്തവത്തിൽ അതിനു മുമ്പുള്ള പഞ്ചായത്ത് ഇലക്ഷൻ നിന്ന് BJP 1600 എത്തിയതൊരു വലിയ വർധനവായിരുന്നു. അവിടെ ഒരു വലിയ വർധന. 500 സീറ്റിൽ നിന്ന് 1600 എത്തിയത് വലിയൊരു വർധനവായിരുന്നെങ്കിൽ ഇത്തവണ 1600 1700 എത്തുന്നത് ഒരു വർധനവേ അല്ല എന്നുള്ളതാണ് സത്യം. പുറകോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റത്തിൽ നിന്ന് വലിയ പുറകോട്ടാണ് വന്നിരിക്കുന്നത്. ശരി, അവിടെ ശങ്കുട്ടിദാസ്, ഇപ്പൊ നമ്മൾ തൃശ്ശൂർ ഒരു ടെസ്റ്റ് കേസ് ആയിട്ട് എടുത്താൽ, ഒരു സെക്കൻഡ്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം പോയി എന്നുകൂടി പറഞ്ഞു കൊടുക്കും. ശരി, ഈ തൃശ്ശൂരിനെ നമ്മൾ എടുക്കാൻ കാരണം വെച്ചാൽ തൃശ്ശൂർ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. BJPയുടെ MP ആണ് തൃശ്ശൂരിൽ, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്.
തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വെറും 2 സീറ്റാണ് കൂടുതലായി കിട്ടിയത്. അവിടെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിന് അധികാരം പിടിക്കുന്നു. അവിടെ ഒരു പഞ്ചായത്ത് മാത്രമാണ് ആകെ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ കൊടുങ്ങല്ലൂരിൽ 2ാം സ്ഥാനത്ത് വന്നതൊഴിച്ചാൽ ഒരു നല്ല പെർഫോമൻസും ഇല്ല. അപ്പോൾ കോർപ്പറേഷനിൽ 8 സീറ്റുകൾ, ഒരു മുനിസിപ്പാലിറ്റിയിലെ 2ാം സ്ഥാനം, ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ വളരെ ശുഷ്കമാണ് തൃശ്ശൂരിലെ BJPയുടെ പെർഫോമൻസ്. മറ്റ് പല ജില്ലകളെടുത്താലും നമ്മൾ ആ ഒരു പാറ്റേൺ കാണാവുന്നതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിജയം നേടിയതിന് ശേഷം അത് നിലനിർത്തി അതിനാനുപാതികമായ വർധന ഉണ്ടാക്കി അങ്ങനെ ആ തരത്തിൽ വളരുന്ന ഒരു പ്രതിഭാസമല്ല. ഇതൊക്കെ ഒരു വൺ ടൈം ഫിനോമിന ആയിട്ടാണോ വരുന്നത്? നോക്കൂ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഒരു പാർട്ടിയുടെ പ്രകടനത്തെ വിലയിരുത്തേണ്ടത് തൊട്ടുമുമ്പ് നടന്നിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണോ അതോ തൊട്ടുമുമ്പ് നടന്നിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ വിവേകമാണ്. 2 തെരഞ്ഞെടുപ്പുകളിലും 2 തരത്തിലുള്ള വികാരങ്ങളാണ് പ്രതിഫലിക്കുന്നതെന്നും 2 തരത്തിലുള്ള മനോഭാവങ്ങളിലാണ് ആളുകൾ വോട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കാവുന്നതാണ്. ഈ തൃശ്ശൂരിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ടല്ലോ. തൃശ്ശൂരിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി എന്തായിരുന്നു? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ തൃശ്ശൂർ സംഭവിച്ചത് എന്താ വെച്ചാൽ ടൈ ആയിരുന്നു. UDFും LDFും ഒരേ നമ്പർ സീറ്റുകൾ വന്ന് ടൈ വന്നപ്പോൾ UDF റിബലിനെ മേയർ സ്ഥാനം കൊടുത്തിട്ടാണ് LDF അവിടെ ഭരണം പിടിച്ചെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ തവണ തന്നെ ജയിക്കാമായിരുന്ന ഒരു വാർഡാണ്. അവിടെ LDF വിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് 2ാം സ്ഥാനത്ത് നിന്നിരുന്ന UDFന് ആനുകൂല്യം കിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആനുകൂല്യം അവിടെ BJPക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിന് എന്ത് അടിസ്ഥാനമുള്ളത്? 2 സീറ്റ് അവിടെ BJP കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിട്ട് അവിടെ 2 പുതിയ വാർഡുകൾ കൂടി നേടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ പിക്ചർ എന്താണ്? അതായത് സംസ്ഥാനത്തുടനീളം ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഒരു ആന്റി ഇൻക്യുബൻസി ഫീലിംഗ് ഉണ്ട്. എവിടെയൊക്കെ BJP ഒരു സ്ട്രോങ് ആൾട്ടർനേറ്റീവായി നിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം BJPക്ക് വോട്ട് ചെയ്യാനാണ് ജനങ്ങൾ തയ്യാറാവുന്നത്. BJPക്ക് അത്ര ശക്തമായിട്ടുള്ള പ്രസൻസ് ഇല്ലാത്ത ഇടങ്ങളിലാണ് ആന്റി ഇൻക്യുബൻസി ഫീലിംഗിന്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആവുന്നത്. അതായത് CPMനോടുള്ള വിരോധം കോൺഗ്രസിനുള്ള സ്വാഭാവികമായിട്ടുള്ള സമ്മതിയല്ല, അത് BJP കുറെ കൂടി ശക്തമായ പ്രസൻസ് നിലനിർത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അത് BJPക്കാണ് കിട്ടിയത്. ഇപ്പൊ തിരുവനന്തപുരത്ത് വലിയ വളർച്ചയൊന്നും നേടിയില്ല പറഞ്ഞു. നമുക്ക് 2015 അവിടെ 35 സീറ്റാണുള്ളത്, 2020 അവിടെ 35 സീറ്റാണുള്ളത്. അതായത് ഭരണം ഉണ്ടായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലത്തിനിടയ്ക്ക് ഒരു വർധനവും ഉണ്ടാക്കാൻ പറ്റാത്തടത്ത് ഇത്തവണ BJP വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം സംസ്ഥാന അധ്യക്ഷന്റെ തന്നെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയതുകൊണ്ട് 35-ൽ നിന്ന് നേരെ 50-ലേക്കാണ് വന്നത്. ആകെ 100 സീറ്റുള്ള കോർപ്പറേഷനിലെ പകുതി സീറ്റും 50 സീറ്റും BJP പിടിച്ചിട്ട് അത് വലിയ നേട്ടമല്ലെന്ന് പറയാൻ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ വാർഡ് നഗരസഭ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കഴിയാതെ പോയിട്ടുള്ള കോൺഗ്രസിന് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും വലിയ ജമ്പാണ് BJP തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയിട്ടുള്ളത്. BJP നല്ല പ്രകടനം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, കോഴിക്കോട് കഴിഞ്ഞ തവണ 7 വാർഡുകളാണ് ഉണ്ടായിരുന്നത്, ഇത്തവണ അത് 14ആയി, നേരെ ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. അങ്ങനെ ജയിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? സിറ്റിംഗ് മേയറുടെ വാർഡിൽ റനീഷ് ജയിച്ചു. UDFിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള PM നിയാസിന്റെ വാർഡിൽ BJP ജയിച്ചു. LDFിന്റെ മേയർ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ BJP ജയിച്ചു. നഗരഹൃദയമായിട്ടുള്ള മാവൂർ റോഡിൽ BJP ജയിച്ചു. സംഘത്തിന്റെ ആദ്യത്തെ ശാഖയൊക്കെ ആരംഭിച്ചിട്ടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള ചാലശ്ശേരി ചാലപ്പുറത്ത് BJP ജയിച്ചു. ഇങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർഡുകളിൽ 2 മുന്നണികളോടും ഒരേപോലെ ഫൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് BJPയോടെ പരാജയപ്പെടുത്തുന്നത്. ജയന്റ് കില്ലർമാരായിട്ടാണ് BJP എമർജ് ചെയ്യുന്നത്. കൊല്ലം കോർപ്പറേഷൻ്റെ കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞു. കൊല്ലം കോർപ്പറേഷനിൽ BJP 12 സീറ്റുകൾ 1ാം സ്ഥാനത്ത് വന്നു. BJP 2 അക്കം തൊട്ടു ആദ്യമായിട്ട് കൊല്ലം നഗരസഭയിൽ. തന്നെയല്ല, അവിടുത്തെ LDFിന്റെ മേയറായിരുന്ന രാജേന്ദ്ര ബാബുവിനെ അയാളുടെ വാർഡിൽ BJP പരാജയപ്പെടുത്തി. അവിടെയും BJPയാണ് ജയന്റ് കില്ലറായിട്ട് എമർജ് ചെയ്തത്. ഇങ്ങനെ ഏത് സ്ഥലത്ത് BJPയുടെ പ്രകടനം നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള പരാജയം BJPയെ വല്ലാണ്ട് ബാധിച്ചു. മുനിസിപ്പാലിറ്റി ഏരിയയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുന്നതിൻ്റെ ലക്ഷണമാണെന്നൊക്കെ ഇത്രയും ദിവസം പ്രസംഗിച്ച് നടന്നിരുന്ന ആൾക്കാർ പറയാണ് കേവല ഭൂരിപക്ഷം എത്താൻ പറ്റിയിട്ടില്ല എന്ന്. ഈ 2 മുന്നണികളോട് മത്സരിച്ച് ഇത്രയും വിപരീതമായിട്ടുള്ള എല്ലാ സാധ്യതകളോടും പൊരുതിക്കൊണ്ട് 25 സീറ്റ് നേടിയിട്ട് അവിടുത്തെ ഒറ്റ പാർട്ടി ആയിട്ടുള്ളത് BJP ആണെങ്കിൽ BJP ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം നടത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ BJP 21 സീറ്റുകൾ, അതായത് LDF ഭരിച്ചിരുന്ന സ്ഥലത്ത് LDFിന്റെ ഓൾട്ടർനേറ്റീവോടെ BJP ആണ് ആയത്. BJPക്ക് കഴിഞ്ഞാണ്, കാരണം BJP അവിടെ പ്രതിപക്ഷമായിരുന്നു. അതുകൊണ്ട് BJP ജയിക്കുന്ന പാർട്ടി എന്നുള്ള വിശ്വാസം ആളുകൾക്ക് വന്നപ്പോൾ അവിടെ ആളുകൾ BJPക്ക് വോട്ട് ചെയ്യാനാണ് തയ്യാറായത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ ആന്റി ഇൻക്യുബൻസി ഫീലിംഗിന്റെ BJPക്ക് നോമിനലായിട്ടില്ലെങ്കിലും പ്രസൻസുള്ള എല്ലാ സ്ഥലത്തും ഗുണഭോക്താവായത് BJP ആണ്. പിന്നെ BJP കേന്ദ്രത്തിന് ധാരാളം ഫണ്ട് കൊണ്ടുവന്നു. അത് ഈ വാർഡുകളിൽ മുഴുവൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച്
ചെലവഴിച്ചു എന്നൊക്കെ അദ്ദേഹം എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും കേന്ദ്രവുമായിട്ടും സംസ്ഥാന നേതൃത്വമൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാവണം, ഫണ്ടിന്റെ വികേന്ദ്രീകരണത്തെ പറ്റിയിട്ടും ചെലവിനെ പറ്റിയിട്ടും. ഞാൻ വളരെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, എനിക്ക് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ല. അദ്ദേഹത്തിന് നേരിട്ടിട്ട് ഇപ്പോഴും പാർട്ടിയുടെ കേന്ദ്രതലം മുതൽ സംസ്ഥാന തലം വരെയുള്ള നേതാക്കന്മാരും ഇതുമായി കൈകാര്യം ചെയ്യുന്ന ആളുകളും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടിക്കാർ ആണ് അതിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. എങ്ങനെ നോക്കിയാലും കേരളത്തിലുടനീളം ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, 2015 നിന്ന് 2020 എത്തിയപ്പോഴാണ് വലിയ വളർച്ച ഉണ്ടായത്. കേവലം 500 വാർഡിൽ നിന്ന് 1600 എത്തി എന്ന് പറഞ്ഞു. അടിസ്ഥാനപരമായി തന്നെ ഫാക്സ് പരിശോധിക്കാണ്ട് പറയുന്നതാണ്. കാരണം 1300 വാർഡുകൾ ഉണ്ടായിരുന്നു 2015. 1300 ആണ് 2020 ആയപ്പോൾ 1600 ആയത്. ആ 1600 1850 ആകുമ്പോൾ ഗ്രാജുവലായിട്ടുള്ള വളർച്ചയാണത്. ഗ്രാജുവലായിട്ടൊരു വളർച്ച കേരളത്തിൽ BJPക്ക് ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? BJP പുറകോട്ടല്ല പോകുന്നത്, BJP നിൽക്കുന്നിടത്ത് നിൽക്കുകയല്ല, ഗ്രാജുവലായിട്ട് കേരളത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കുക. അത് സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ വളർച്ചയുടെ തുടർച്ച അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് കണ്ടോളൂ. ശരി, അവിടെ ക്ഷണിപ്പിച്ചക്കുട്ടി നമ്മളൊരു സൊസൈറ്റൽ ചേഞ്ച് കൂടി കാണണം. ഇപ്പൊ കോഴിക്കോട് നഗരം എടുക്കും, കോഴിക്കോട് നഗര ഹൃദയം എടുത്താൽ BJP ആണ് അവിടെ വലിയ വിജയം നേടുന്നത്. നോക്കൂ, പൊറ്റമ്മൽ, മാവൂർ റോഡ്, ചേവരമ്പലം, പാറോപ്പടി, സിവിൽ സ്റ്റേഷൻ, ഈ പുതിയറ, ഈ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററുകളൊക്കെ എന്ന് വെച്ചാൽ കോഴിക്കോട് സിറ്റി മുഴുവനായിട്ട് BJP ജയിക്കുകയാണ്. നമ്മൾ ഒരു 5 കൊല്ലം മുമ്പോ 10 കൊല്ലം മുമ്പോ അങ്ങനെ ഒരു ചിന്തയെങ്കിലും വൈൽഡ് ആയിട്ടുള്ള തോട്ടിൽ പോലും വന്നിട്ടുണ്ടോ? BJP ജയിക്കുന്നു കോഴിക്കോട് നഗരം. കൊല്ലത്ത് സംഭവിച്ചു, പല നഗരങ്ങളിലും. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP 1ാം സ്ഥാനത്തെത്തുമ്പോൾ ഒറ്റപ്പാലത്തും ഷൊർണൂരും, പാലക്കാട്ടെ ബാക്കി 2 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അവർ 2ാം സ്ഥാനത്താണ്. BJP നേടുന്ന വിജയത്തെ കുറച്ച് കാണേണ്ടതുണ്ടോ? അതൊരു സാമൂഹ്യ മാറ്റത്തിന്റെ സൂചനയാണോ? അല്ല, BJPയുടെ വളർച്ച ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കേരളത്തിൽ യഥാർത്ഥത്തിൽ 87 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നത്. ആ തെരഞ്ഞെടുപ്പിലൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഒരു പൊളിറ്റിക്സാണ് പയറ്റിയിരുന്നത്. അന്ന് വളരെ ക്ലിയറായിട്ട് ഈ ഷാബാനു കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചേർന്നുകൊണ്ട് ഒരു ഹൈലി കമ്മ്യൂണലായിട്ടുള്ള ഒരു ക്യാമ്പയിനിലേക്ക് അന്ന് കേരളം പോയിരുന്നു. അന്നാണ് EMSൻ്റെ മോളെയും കിട്ടും, MV രാഘവനും EMSൻ്റെ മോളെയും കിട്ടും, MV രാഘവൻ, ആ തരത്തിലുള്ള ക്യാമ്പയിനിലൊക്കെ എത്തിയിരുന്നു. അന്ന് ഏതാണ്ട് 7% വോട്ടാണ് ഈ ഹിന്ദു മുന്നണി, അതായത് BJPയും കൂടെ ഉണ്ടായിരുന്ന ചില സഖ്യകക്ഷികളും ചേർന്ന് 7% വോട്ട് നേടിയിരുന്നു. അത് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊരു വോട്ട് ശതമാനം BJPക്ക് നേടാൻ കഴിഞ്ഞത്. വിജയിച്ചത് LDF ആണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു നമ്മൾ നോക്കിയാൽ അത് 15% മുകളിലേക്ക് എത്തിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഒരു വോട്ട് ഷെയർ എന്നുള്ള നോക്കിയാൽ അതൊരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള, കേരളം പോലെ വളരെ കൃത്യമായിട്ട് 2 മുന്നണികൾക്കിടയിൽ ഡിവൈഡഡ് ആയിട്ടൊരു സൊസൈറ്റിയിൽ ഈ വർധനവ് ഒരു മോശമായിട്ടുള്ള വർധനവാന്ന് പറയാൻ കഴിയില്ല. കാരണം 2 മുന്നണികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ചില പോക്കറ്റുകൾ, കേരളം മൊത്തം BJPയുടെ കൺട്രോളിലേക്ക് എന്നല്ല, ചില പോക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനും ആ പോക്കറ്റുകൾ സബ്സ്റ്റാൻഷ്യലായിട്ട് ആ പോക്കറ്റുകളിൽ അവരുടെ അടിത്തറ ഉറപ്പിക്കാനും അവർ സാധിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ തിരുവനന്തപുരം ആയാലും ശരി, പിന്നെ ഇവിടെ പാലക്കാട്ടായാലും ശരി, വടക്ക് കാസർഗോഡ് പ്രദേശങ്ങളായാലും ശരി, ഇങ്ങനെ പല പ്രദേശങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു സോഷ്യൽ ബേസ് ഉറപ്പിച്ചിട്ടുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു സോഷ്യൽ ഫിനോമിന. അപ്പം നിങ്ങൾ പറഞ്ഞ ഈ കോഴിക്കോട് നഗരം, ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഈ ഹൃദയഭാഗം 1975 മുതൽ ഞാൻ പ്രവർത്തിച്ചു വരുന്ന മണ്ഡലം. ഈ പ്രദേശം നിങ്ങൾ ഈ പറയുന്ന മിക്കവാറും എല്ലാ പ്രദേശങ്ങളും 70 മുതലുള്ള എല്ലാ കാലത്തും എനിക്ക് നേരിട്ട് പരിചയം 100% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോളിഡ് ഗ്രൗണ്ടായിരുന്നു. സോളിഡ് തൊഴിലാളി വർഗത്തിൻ്റെ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, വളരെ ശക്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പേരുകൾ, അവിടെയാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾക്കിടയിൽ ഒരു സ്വിങ് വരുന്നുണ്ട്, ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. അവരുടെ ആ ഒരു മതേതര രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ ആണെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ടയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിലുള്ള പലരും മാറുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ആ മാറ്റത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലൊരു ക്യാമ്പയിനാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അതിൻ്റെ ലീഡേഴ്സിനോടും പറയാനുള്ളത്, ദയവായിട്ട് BJPയുടെ അജണ്ട ഇങ്ങോട്ട് എടുക്കരുത്. BJP അവരുടെ രാഷ്ട്രീയമായിട്ട് പോകട്ടെ. അത് നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് BJP രാഷ്ട്രീയം എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവായിട്ട് വരാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല, നേരെ മറിച്ച് BJPക്കാണ് അതിൻ്റെ ഗുണം കിട്ടുക എന്ന് ഈ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് അടിവരായിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ
വലതുവശത്തു നിന്നുള്ള ഒരു ഇറോഷനാണ്. ആ ഇറോഷൻ അടിസ്ഥാനപരമായിട്ട് CPM-നെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു മറുപടി ആവശ്യമുണ്ട് ശ്രീ ഗോപൻ. ഞാൻ ആ വിഷയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ പാഠം അതായതുകൊണ്ട് കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ LDF വോട്ട് ചെയ്ത, അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നത്തെ തവണ LDF ചെയ്ത ഒരു വോട്ടർക്ക് ഇത്തവണ BJP സ്വീകാര്യമാവുകയാണ്. BJP നഗരഹൃദയങ്ങളിൽ, വിവിധ നഗരങ്ങളുടെ ഹൃദയങ്ങളിൽ, തിരുവനന്തപുരം മാത്രമല്ല, തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, അതുപോലെ തന്നെ കോഴിക്കോട്, പാലക്കാട്, പല നഗരഹൃദയങ്ങളിലും അവർ നേടിയിട്ടുണ്ട്. അർബൻ പോക്കറ്റുകളിൽ, അർബൻ എലൈറ്റുകൾ ഇപ്പോൾ BJPയെ കൂടുതൽ സ്വീകരിക്കുന്ന സാഹചര്യം വരുന്നു. അർബൻ പോക്കറ്റുകളിൽ BJP ഗ്രോ ചെയ്യുന്നുള്ളൊരു വസ്തുതയാണ്. അത് എല്ലായിടത്തും ഗ്രാമാന്തരങ്ങളിലേക്ക് അത്ര കണ്ട് വളരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മിഡിൽ ക്ലാസ്സിന് BJP സ്വീകാര്യമാവുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ LDF അല്ലെങ്കിൽ CPIM അതിൻ്റെ ഉറച്ച മതേതര ബോധ്യങ്ങളിൽ നിൽക്കാതെ ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു മൃദു ഹിന്ദുത്വ പൊതുബോധം സംസ്ഥാനത്ത് സംജാതമായാൽ എന്നാൽ പിന്നെ BJPക്ക് വോട്ട് ചെയ്താൽ എന്താ എന്ന് ആളുകൾ ചിന്തിക്കുന്നതാകാമല്ലോ. ശ്രീ അഭിലാഷ് മോഹൻ, നിങ്ങൾ ഈ NP ചെക്കുട്ടിയെ അദ്ദേഹത്തിൻ്റെ നരേറ്റീവിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ വരുന്നൊരു അപകടം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കാൻ പരിശ്രമിച്ചത് ഇസ്ലാമിക വർഗീയതയ്ക്കെതിരായിട്ട് BJP സംസാരിച്ചോട്ടെ, CPM സംസാരിക്കണ്ട. ഇതാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പൊരുളെന്ന് പറഞ്ഞാൽ. ഞങ്ങളെടുക്കുന്ന നിലപാട്, ഞങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ചാൽ അത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമാകും. BJP ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേരളത്തിൻ്റെ മതന്യൂനപക്ഷങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ വന്ന മാറ്റത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദു വർഗീയതയെ പ്രീണിപ്പിക്കാൻ, ഹിന്ദു വർഗീയതയെ പ്രോജ്വലിപ്പിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. അപ്പം ന്യൂനപക്ഷത്തിലെ മഹാഭൂരിപക്ഷം സെക്കുലറിസ്റ്റുകളാണ്. ഇപ്പം തന്നെ പല ഇസ്ലാമിക സംഘടനകളുണ്ട് കേരളത്തിൽ. അവർ മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവരല്ല, അവർ മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. അതുകൊണ്ടാണ് സമസ്തയിലും സുന്നിയിലും പെട്ട ആളുകളൊക്കെ ജമായത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നത്. ഞങ്ങൾ മാത്രമല്ല തള്ളി പറയുന്നത്, ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന് തള്ളി പറയുന്നത് ഇടതുപക്ഷം മാത്രമല്ല, ഇസ്ലാമിക സംഘടനകളിലെ മതേതരവാദികളാണ്. അതുകൊണ്ട് BJPയുടെ ന്യൂനപക്ഷ വിരുദ്ധതയെ അല്ലെങ്കിൽ BJPയുടെ ഹിന്ദുത്വ വർഗീയതയെ എതിർക്കണമെങ്കിൽ ന്യൂനപക്ഷത്തെ വർഗീയതയിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരെ കൂടി ചെറുക്കാതെ കേരളത്തിൽ അത് UDF ചെയ്യുന്നില്ല. UDF അവരുമായിട്ടിപ്പം BJP ആയിട്ടുള്ള ഒരു ഏറ്റവും നല്ല ഉദാഹരണം, അദ്ദേഹം ഇവിടെ UDFൻ്റെ പ്രതിനിധി വാദിച്ചുറപ്പിക്കാൻ പരിശ്രമിച്ചത് തിരുവനന്തപുരത്ത് ഞങ്ങൾ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, ഞങ്ങളല്ലേ BJPക്കെതിരായിട്ട് നിൽക്കുന്നതെന്നാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് LDF എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോഴും LDFനാണ് UDFനേക്കാൾ മേൽക്കൈ എവിടെ. അപ്പോൾ ഞങ്ങളെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇനി ഈ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു നല്ല ഉദാഹരണം, എനിക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യം ശ്രീ അഭിലാഷിനോട് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കാം. എൻ്റെ ജില്ലയിൽ പരവൂർ മുനിസിപ്പാലിറ്റി, ആ പരവൂർ മുനിസിപ്പാലിറ്റിയിൽ ചാത്തന്നൂർ അസംബ്ലി മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം BJP 2ാം സ്ഥാനത്ത് വന്ന സ്ഥലമാണ്. ആ പരവൂർ മുനിസിപ്പാലിറ്റി തുല്യത വന്നപ്പോൾ നറുക്കിട്ടിട്ടാണ് UDFൻ്റെ കയ്യിൽ ഭരണം പോയത്. ആ ഭരണം ഇടതുപക്ഷം പിടിക്കുന്നതിന് വേണ്ടി ശക്തമായ പരിശ്രമം നടത്തുകയും ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ലെങ്കിലും CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ ആ പരവൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾ മത്സരിപ്പിച്ചു. ശ്രീ അഭിലാഷേ, അദ്ദേഹത്തിന് എതിരായിട്ട് മത്സരിച്ച UDFൻ്റെ സ്ഥാനാർത്ഥി കിട്ടിയത് 20 വോട്ടാണ്. BJPയാണ് അവിടെ ജയിച്ചത്. UDFൻ്റെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളത് അവർ പറയണം. തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷനിൽ 66,000 വോട്ട് UDFന് കുറഞ്ഞു, 10,000 വോട്ട് ഞങ്ങൾക്ക് കൂടി. അപ്പോൾ UDFും BJPയും എവിടെയാണോ CPMന് ഒരു മുൻകൈ വരുന്നത് അവിടെ BJP ജയിച്ചാലും വേണ്ടില്ല എന്ന ഒരു നിലപാടെടുക്കുന്നത് UDF ആണെന്നുള്ളത് കണക്ക് സഹിതം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ രാഷ്ട്രീയം BJP ഉപേക്ഷിക്കണം, കോൺഗ്രസ് ഉപേക്ഷിക്കണം. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം ബാധകമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിൽ 1-2 പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇത് ചില സെഗ്മെന്റുകളിൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തിയ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഒറ്റ വാർഡ്, പറപ്പുള്ളി വാർഡിലെ കണക്ക് ഞാനൊന്ന് വായിക്കാം. അവിടെ BJP ജയിച്ച BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 726. 2ാം സ്ഥാനത്തെത്തിയ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 277. 3ാം സ്ഥാനത്തുള്ള CPMന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും 78 വോട്ടാണ്. 726 വോട്ട് BJPക്ക് കിട്ടുന്ന ഒരു വാർഡിൽ 78 വോട്ട് CPMന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് എവിടെയാണ് ചേഞ്ച് വരുന്നത് എന്ന ആശങ്ക വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ആർക്കെങ്കിലും വോട്ട് കൊടുക്കാണ് നല്ല കേട്ടോ, പക്ഷേ എന്തുകൊണ്ട് വോട്ട് ഇങ്ങനെ ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. അല്ല, നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ നഗരപ്രദേശങ്ങളിൽ അത് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതിനൊരു പൊതു കാര്യങ്ങളുണ്ട്.
ദേശീയ തലത്തിൽ നിങ്ങൾ നോക്കിയാലും കേരളത്തിൽ നോക്കിയാലും പണ്ട് മുതലേ ഇപ്പോൾ കേരളവർമ്മ രാജ മത്സരിക്കുന്ന സമയത്ത് 1,25,000 മറ്റാണ് എൻ്റെ ഓർമ്മ. അന്ന് BJP ഹിന്ദു മുന്നണിയായിട്ട് അദ്ദേഹം മത്സരിച്ച് അന്നും BJPക്ക് തിരുവനന്തപുരം നഗരത്തിൽ അത്രയും കൂടുതൽ വോട്ട് കിട്ടി. കാരണം തിരുവനന്തപുരത്തെ പഴയ രാജവംശത്തിൻ്റെ ചില പിന്മുറക്കാരും നഗരകേന്ദ്രീകൃതമായ ആളുകളുമൊക്കെ വർഗീയമായി ചിന്തിക്കുന്ന ചില സ്വഭാവങ്ങൾ നഗരത്തിൽ പൊതുവെ ഉണ്ട്. അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ പരിശോധിച്ചാൽ, സാമൂഹിക കാരണങ്ങൾ പരിശോധിച്ചാൽ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്ന ചില ആളുകളെ സ്വാധീനിക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്. അതുപോലെ കോൺഗ്രസ്സിന് ഞങ്ങൾക്ക് ഗ്രാമീണ പ്രദേശങ്ങൾ കിട്ടുമ്പോഴും പല നഗരപ്രദേശങ്ങളും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളും കോൺഗ്രസ്സിനാണ് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഞങ്ങൾ ഏറ്റവും നിസ്വരായ മനുഷ്യരോടൊപ്പം ചേർത്ത് നിൽക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുള്ള ചില ആളുകളുണ്ട്, ഇടത്തരക്കാരായിട്ടുള്ള ചില ആളുകൾ. അതുകൊണ്ട് കേരളത്തിൽ ഇടത്തരക്കാരെല്ലാം അങ്ങനെയാണെന്നല്ല. അത് നിങ്ങൾ നോർത്ത് ഇന്ത്യ പരിശോധിച്ച് നോക്കിയോ. നോർത്ത് ഇന്ത്യ പരിശോധിച്ചാലും ഞങ്ങൾ കൽക്കത്തയിലൊക്കെ നന്നായിട്ട് വിജയിച്ചുകൊണ്ടിരുന്ന കാലത്തും നഗര കേന്ദ്രിതം ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ വർഗീയ കക്ഷികൾ അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അത് പല സ്വഭാവങ്ങളും അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് കേരളത്തിലും ഈ വിദ്യാഭ്യാസ ഉള്ള സമൂഹത്തിൻ്റെ ഇടയിലും സമ്പന്നരുടെ ഇടയിലും BJPക്ക് അല്ലെങ്കിൽ വർഗീയതയ്ക്ക്, അത് BJPക്ക് മാത്രമല്ല ഇസ്ലാം വർഗീയതയ്ക്കും അങ്ങനെയുള്ള ആളുകൾ വളരെ ആവേശത്തോടു കൂടി മലപ്പുറം ജില്ലയുടെ ഒറ്റ കാര്യം ഒന്ന് ശ്രീ ഗോപൻ ഒന്ന് ശ്രദ്ധിക്കണം. ആ കണക്ക് 94 പഞ്ചായത്തുകളിൽ, മലപ്പുറം ജില്ലയിൽ 94 പഞ്ചായത്തിൽ വെറും 4 പഞ്ചായത്തെ LDFന് കിട്ടിയിട്ടുള്ളൂ. മലപ്പുറത്ത് ഇടതിന്റെ സ്വാധീന മേഖലകൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഭാര്യ വീട് മലപ്പുറത്താണ്. അവരുടെ പഞ്ചായത്ത് പുറത്തൂർ, മലപ്പുറത്തെ മോസ്കോ എന്നാണ് അറിയപ്പെട്ടത്. ഒരു സ്ഥലം മോസ്കോ എന്നറിയപ്പെടണമെങ്കിൽ അറിയാലോ. സമ്പൂർണ്ണമായി LDF ജയിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്ത്. നമ്മുടെ KT ജലീലിന്റെ തവനൂർ മണ്ഡലത്തിൽപ്പെട്ട പഞ്ചായത്ത് അതടക്കം KT ജലീലിന്റെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തും തോറ്റിരിക്കുന്നു. 94 പഞ്ചായത്തിൽ 4 എണ്ണം മാത്രമാണ് LDFന്. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് 5 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ 0 ആണ്. പ്രതിപക്ഷമില്ലാത്ത 35 കേരളത്തിലെ ഏറ്റവും പോപ്പുലസ് ആയ ജില്ലയാണ്. അവിടെ 35 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും UDFനാണ്. മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ സിംഗിൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പോലും കിട്ടിയില്ല എന്ന് വരുമ്പോൾ അതിന്റെ ഒരു ആഘാതം മനസ്സിലാവുന്നില്ല. എന്ത് ആ സാമൂഹ്യ മാറ്റം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം 30% ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയെന്നാണ് CSDSന്റെ പോസ്റ്റ് പോൾ സർവേ പറഞ്ഞത്. അവിടെ നിന്ന് ഒരു കംപ്ലീറ്റ് ഇറോഷൻ സംഭവിച്ചിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? അതാണ് ശ്രീ അഭിലാഷ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു പോയിന്റ് അതാണ്. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് ലീഗ് കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി CPIM ആണ്, കോൺഗ്രസ് അല്ല. അങ്ങനെയുള്ള മലപ്പുറം ജില്ലയിൽ മുസ്ലിം ജനവിഭാഗങ്ങളുടെയും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ചോർത്താൻ വേണ്ടി അവിടെ BJP പിന്തുണച്ചിട്ട് കാര്യമില്ല കോൺഗ്രസ്സിന്. അപ്പോൾ അവർ ചെയ്യുന്നത് ഇസ്ലാമിക വർഗീയതയെ പിന്തുണച്ച് കഴിയുമ്പോൾ അതും കോൺഗ്രസിൻ്റെ ലീഗ് കൂടി ചേർന്നിട്ടാണ്. ലീഗ് ഇടനിലക്കാരായതുകൊണ്ടാണ് ആ രാഷ്ട്രീയം കളിച്ചത്. ലീഗ് അപകട രാഷ്ട്രീയം കളിക്കുന്നത്. കാരണം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ കാലത്ത് പോലും ലീഗ് ഒരു മതനിരപേക്ഷ നിലപാടെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ പലപ്പോഴും ലീഗിനെ വിമർശിക്കുന്ന കാലഘട്ടത്തിൽ പോലും ലീഗ് വർഗീയവാദത്തിലേക്ക് പോകാത്തതിനെ ഞങ്ങൾ അഭിനന്ദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ മുസ്ലിം ലീഗ് ഇടതുപക്ഷം മുസ്ലിം ജനസാമാന്യത്തിൽ നുഴഞ്ഞു കയറുന്നു. BJP കയറിയാലും അവർക്ക് പ്രശ്നമില്ല. ഉദാഹരണത്തിന് നോക്കൂ, ജമായത്തെ ഇസ്ലാമിയും പിന്നെ BJPയും കൂടെ അല്ലേ ജമ്മു കാശ്മീരിൽ CPMന്റെ MLA ആയ മുഹമ്മദ് തരിഗാമിക്കെതിരായിട്ട് സ്ഥാനാർത്ഥി നിർത്തിയത്. അവിടെ ജമാഅത്തെ ഇസ്ലാമി RSS കൂടെ ഒരുമിച്ചിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് അവിടെ ജയിക്കാൻ കഴിയും ജമ്മു കാശ്മീരിൽ. അപ്പോൾ മലപ്പുറത്ത് ഇടതുപക്ഷത്തിന് മുസ്ലിം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത കൈവരിച്ച ധാരാളം ചെറുപ്പക്കാർ ഇപ്പോൾ അവിടെ വന്നു കഴിഞ്ഞു. മുസ്ലിം സമുദായത്തിൽ പണ്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന ജനവിഭാഗം പുതിയ ധാരയിൽ വന്നു കഴിഞ്ഞു. അവരിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിക വർഗീയതയെ ഇപ്പോൾ UDF താലോലിക്കുന്നതിൻ്റെ പ്രധാന കാരണം. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ശരിയാണെന്നുള്ളത് തെളിവാണ് മലപ്പുറത്തെ ഇപ്പോഴത്തെ റിസൾട്ട്. അത് RSSനെ അവിടെ സഹായിച്ചിട്ട് കാര്യമില്ല. അവർ ഇസ്ലാമിക വർഗീയതയെ സഹായിക്കുന്നു. മാത്രമല്ല ആ ഇസ്ലാമിക തീവ്രവാദത്തെ അങ്ങേയറ്റം ന്യായീകരിക്കാനും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വലിയ തോതിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമൂഹ്യ ധ്രുവീകരണവുമായി ഇക്വേറ്റ് ചെയ്യുന്നതിനപ്പുറത്ത് ഒരു വലിയ സാമൂഹ്യ മാറ്റം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്ന ഒരു 30-30% ആൾക്കാർ നിങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്നവരാണ്. അവർ മടങ്ങി പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ UDFന് വോട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളൊരു അന്വേഷണം പ്രധാനമാണല്ലോ. മലപ്പുറം ചുവന്നു എന്നുള്ള പ്രചാരണം 2005-2006 കാലഘട്ടം മുതൽ എത്ര തവണയായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ആലോചിക്കണം. അഭിലാഷ് ഒരു സെക്കൻഡ് പറയൂ. അഭിലാഷ് ഒരു സെക്കൻഡ്. അല്ല, നിങ്ങൾ അതിനെ കാണുമ്പോൾ അഭിലാഷ് നോക്കൂ, ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെ പേരിൽ ഒരു സെക്കൻഡ് ശ്രീ ഗോപൻ ഒരു സെക്കൻഡ് ശ്രീ ഗോപൻ ഒരു സെക്കൻഡ് സന്ദീപ് UDF പ്രതിനിധിക്ക് ഒന്ന് ശ്രീ ഗോപൻ ഒരു മിനിറ്റ് പറഞ്ഞോളൂ. നോക്കൂ അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം
CPM-ന്റെ പ്രതിനിധികൾ നടത്തുന്ന പരാമർശങ്ങൾ നോക്കൂ. ഒന്ന് എം എം മണിയുടെ പരാമർശം നമ്മൾ കണ്ടു. ഇപ്പോൾ ശ്രീ ഗോപൻ പറയുന്നത് മലപ്പുറം ജില്ലയിൽ UDF അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടായപ്പോൾ അതൊക്കെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ തീവ്രവാദികളെ കൂട്ടുപിടിച്ചതിന്റെ പേരിലുണ്ടായ വിജയമാണെന്ന് പറയുമ്പോൾ ആ ജില്ലയെ ഇതുപോലെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ശ്രമിക്കുന്നത്. ഇതിപ്പോ നേരത്തെയും കണ്ടല്ലോ, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന് പുറകിൽ ഇതേ കാരണമാണെന്നല്ലേ ഗോപന്റെ നേതാക്കൾ പറഞ്ഞത്. അപ്പൊ നിരന്തരമായിട്ട് നിങ്ങളൊരു ഒരു മതവിഭാഗത്തെ അപരവൽക്കരിക്കുകയും അന്യവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇതാണ് RSSന്റെ രാഷ്ട്രീയം. ഇവിടെ CPM പറയുന്നു. ഗോപൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഏതാണ്? അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയമാണ്. വയനാട്ടിൽ പച്ചക്കൊടി കണ്ടു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറയുന്ന അമിത്ഷായുടെ രാഷ്ട്രീയമാണ് ഇവിടെ CPM-ന്റെ പിണറായി വിജയന്റെ ഗോപന്റെ ഒക്കെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മലപ്പുറം ജില്ലയെ നിങ്ങൾ അധിക്ഷേപിക്കുന്നു. മലപ്പുറം ജില്ലയിൽ നിങ്ങൾ പരാജയപ്പെടുന്ന സമയത്ത് എന്തിനാണ് മലപ്പുറം ജില്ലയെ അധിക്ഷേപിക്കുന്നത്? ജനവിഭാഗത്തിന് എന്തിനാണ് അധിക്ഷേപിക്കുന്നത്? അവര് നല്ല ജനാധിപത്യ വിശ്വാസികളാണ്. അവര് നിങ്ങൾക്കെതിരായിട്ട് വോട്ട് ചെയ്തത് നിങ്ങൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ വാദത്തെ ദുർവ്യാഖ്യാനം ചെയ്യാനാണോ നിങ്ങൾ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നത്? ഞാൻ മലപ്പുറം ജില്ലയിലെ ഇപ്പോഴും ഞാൻ പറയുന്നു, മലപ്പുറം ജില്ലയിലെ ഞങ്ങൾക്ക് സീറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിൽ ചെറിയ വ്യത്യാസം വന്നെങ്കിലും അവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാൻ ആവർത്തിക്കുന്ന കാര്യം, വർഗീയതയ്ക്കെതിരായിട്ട് സംസാരിച്ചാൽ അത് ഒരു വർഗീയതയ്ക്കെതിരായിട്ട് സംസാരിക്കാവൂ എന്ന നറേറ്റീവ് നിങ്ങൾ വെച്ച് പുലർത്തരുത്. UDF വെച്ച് പുലർത്തരുത്. അത് ശരിയായ കാര്യമല്ല. വർഗീയതയ്ക്കെതിരായിട്ട് മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായിട്ടുള്ള കേരളം കഴിഞ്ഞ 9.5 വർഷമായിട്ടുള്ള വർഗീയതകൾ നടന്നിട്ടില്ല ഈ കേരളത്തിൽ. ശ്രീ K. കരുണാകരൻ ഭരിക്കുമ്പോൾ വർഗീയതകൾ നടന്നു. ശ്രീ A. K. ആന്റണി ഭരിക്കുമ്പോൾ മാറാട് ഉൾപ്പെടെയുള്ള വർഗീയതകൾ നടന്നു. ഇവിടെ വർഗീയതകൾ നടക്കാത്തത് രണ്ടു വർഗീയതയും നിലയ്ക്ക് നിർത്താനുള്ള ശേഷി ഇടതുപക്ഷം കാണിച്ചതുകൊണ്ടാണ്. ഞാൻ മലപ്പുറത്തെ നിങ്ങൾ വർഗീയവാദവുമായിട്ട് സന്ധി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുന്നത് പണ്ടും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം ജില്ല RSS മുന്നേറിയപ്പോൾ തിരുവനന്തപുരം ജില്ലയെ ആക്ഷേപിച്ചെന്നാണോ? നമ്മളല്ല, നിങ്ങളും പറഞ്ഞല്ലോ ഇപ്പോൾ. അപ്പൊ തിരുവനന്തപുരം ജില്ലയെ ആക്ഷേപിച്ചെന്നാണോ? മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ മാത്രം നിങ്ങൾ ഈ പ്രശ്നത്തെ എടുത്തിരുന്നത് എന്തിനാ? അപ്പൊ ആരാ വർഗീയവൽക്കരിക്കാൻ പരിശ്രമിക്കുന്നത്? അതുകൊണ്ട് ഇത്തരം നറേറ്റീവ്സ് ദോഷം ചെയ്യും. ഒരു കാര്യം ഞാൻ പറയാം, അത് ദോഷം ചെയ്യും. രണ്ടാമതായിട്ട് നിങ്ങൾ പറഞ്ഞത് ഈ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. മലപ്പുറത്ത് വിജയിച്ച 4 പഞ്ചായത്തുകൾ ഏതാണെന്ന് നോക്കുകയായിരുന്നു. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMS-ന് ജന്മം കൊടുത്തിട്ടുള്ള EMS-ന്റെ സ്വന്തം പഞ്ചായത്ത് 4 പഞ്ചായത്ത് ജയിക്കുമ്പോഴും LDF-നെ കൈവിട്ടിട്ടില്ല. ഏലംകുളം പഞ്ചായത്ത് LDF നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിറമരുതൂർ LDF ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. വാഴയൂരും വെളിയാങ്കോടും, പൊന്നാനിക്കടുത്തുള്ള വെളിയാങ്കോടുമാണ് പിന്നെ LDF ജയിക്കുന്ന 94-ൽ ആകെ 4 പഞ്ചായത്തേ ഉള്ളൂ. അതിൽ ഒരെണ്ണം EMS-ന്റെ പഞ്ചായത്താണെന്നുള്ളത് അത്രയും ആശ്വസിക്കാൻ. ശ്രീ സന്ദീപ് വാര്യർ, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് വിവിധ വിവക്ഷകളുണ്ട്. തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പോൾ പൊസിഷനിൽ നിൽക്കാൻ പര്യാപ്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയമാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് ഓരോ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്തങ്ങളായ നേച്ചറുണ്ട്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് നടക്കുമ്പോൾ സ്ഥാനാർത്ഥിമാർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA-മാരൊക്കെ അവരുടെ മണ്ഡലങ്ങൾ നർച്ചർ ചെയ്യുന്ന സവിശേഷമായ ശീലമുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ജനകീയത അങ്ങനെ 100,000 കാര്യങ്ങളുണ്ട്. LDF-ന്റെ വോട്ട് ബേസ് പോയിട്ടുമില്ല. അതുകൊണ്ട് ഈ വിജയം നിങ്ങളെ ഉന്മത്തരാക്കിയാൽ ജയിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ നിങ്ങൾ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് 2021-ന്റെ ആവർത്തനത്തിന് ഇടയാക്കില്ലേ? ഞാൻ അഭിലാഷിനോട് ആദ്യഘട്ടത്തിൽ ഇതേ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഒരു തരത്തിലുള്ള ഉന്മാദമോ ഒരു തരത്തിലുള്ള അമിതാവേശമോ ഒരു തരത്തിലുള്ള വാശിയോ ഒന്നും ഞങ്ങളിതിൽ കാണിക്കുന്നില്ല. ഞങ്ങളിത് ഈ വിജയത്തെ പൂർണ്ണമായും വിനയത്തോടു കൂടി ഉൾക്കൊള്ളുകയാണ്. ഇത് ജനങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ നന്നായി സേവിക്കാനുള്ള ഒരു അവസരം കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഗ്രാമീണ തലങ്ങളിലടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ്, ഭാരിച്ച ഉത്തരവാദിത്തമാണ് കിട്ടിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തും. ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കൃത്യമായിട്ടും AICCയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു നിർദ്ദേശം അത് കൃത്യമായി പാലിക്കപ്പെട്ടു. വാർഡ് തലങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. UDF ഏറ്റവും ശക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ഫൈറ്റ് ചെയ്തു. ഞങ്ങൾ വിജയിച്ചു. അത് കഴിഞ്ഞ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതൊരു തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിജയം ഞങ്ങൾക്കൊരു വലിയ ഊർജ്ജമാകും. ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പോലും ഞങ്ങൾ അതിൽ മാത്രം ഊന്നിയിട്ടല്ല മുന്നോട്ട് പോകുന്നത്. മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയവും ജനവിരുദ്ധ നയങ്ങളും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിലൊരു തർക്കവുമില്ല.
ഈ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിലെ നിയമസഭാംഗങ്ങൾക്ക് മാത്രം നല്ല ഇമേജും പഞ്ചായത്തിലുണ്ടായിരുന്ന CPM-ന്റെ മെമ്പർമാർക്കൊക്കെ മോശം ഇമേജും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ CPM-ന് ഒരു കാലത്ത് ഇവിടുത്തെ ഒരു പഞ്ചായത്തും പരാജയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇപ്പം അങ്ങ് തന്നെ സൂചിപ്പിച്ച പോലെ ഈ 90-ലെ 4 പഞ്ചായത്തിലേക്ക് മാത്രം മലപ്പുറത്ത് ഒതുങ്ങേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അല്ല. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയം എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയ അവബോധം അത് വളരെ വലുതാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പുറത്തു പോകണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് അവർ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MLA-മാരൊക്കെ കൃത്യമായി നേച്ചർ ചെയ്യുന്നവരും താഴത്തുള്ള മെമ്പർമാരൊക്കെ മോശമായി നേച്ചർ ചെയ്യുന്നവരൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്നുമല്ല, ഒരുപക്ഷെ നന്നായിട്ട് നേച്ചർ ചെയ്തവർ ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അത്തരം സ്ഥലങ്ങളിലും LDF പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാമല്ലോ. അപ്പോൾ 500-ലധികം വരുന്ന പഞ്ചായത്തുകളിൽ UDF അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്രാമീണ തലം മുതൽക്ക് സംസ്ഥാന തല നഗരകേന്ദ്രങ്ങളിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുണ്ട്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിലാണ് ഈ ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പല പ്രഖ്യാപനങ്ങളും നടത്തിയത്. ഇന്ന് M.M. മണിയുടെ പ്രസ്താവന നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ള രീതിയിൽ ജനങ്ങളെ ഇതുപോലെ പുച്ഛിക്കുന്ന ഒരു പരാമർശം. ഈ ജനങ്ങളുടെ അവകാശങ്ങളൊക്കെ CPM-ന്റെ ഔദാര്യമാണെന്ന് മറ്റുള്ളല്ലേ അങ്ങേയറ്റം മോശമായിട്ടുള്ള പ്രസ്താവന മണി നടത്തിയത്. ഇത് CPM-ന്റെ നേതാക്കന്മാരുടെ സ്ഥിരം സ്വഭാവം. ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീ ഗോപന്റെ പ്രസ്താവന. അദ്ദേഹം മലപ്പുറം ജില്ലയെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. മലപ്പുറം ജില്ലയിൽ UDF വിജയിച്ചു കഴിഞ്ഞാൽ അത് തീവ്രവാദികളുടെ പിന്തുണ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിജയം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. ഞാനൊരിക്കലും തിരുവനന്തപുരത്തെ BJP-യുടെ വിജയത്തെക്കുറിച്ച് ആ ജില്ലയിലെ ആളുകളുടെ മോശം എന്ന് പറഞ്ഞില്ലല്ലോ. അവിടെ BJP-യെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ച പാളിച്ചയെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങൾ അവിടെ വിജയിച്ചു, ഞങ്ങൾ അവിടെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി, കോർപ്പറേഷൻ അടക്കം. പക്ഷെ നിങ്ങൾ അവിടെ പരാജയപ്പെട്ടു. തൃശ്ശൂരിൽ ഞങ്ങൾ BJP-യെ പ്രതിരോധിച്ചു. അവരെ MP ഉണ്ടായ സ്ഥലത്ത് BJP പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. മാത്രമല്ല, ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഒരു ഗ്രാജുവലായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മുനിസിപ്പാലിറ്റികളെ നിങ്ങളെടുത്ത് പരിശോധിക്കൂ. BJP-ക്ക് 2020 കിട്ടിയതിൽ നിന്ന് കാര്യമായിട്ട് ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ അവർ പുറകോട്ടാവുന്നത്. പന്തളം നഷ്ടപ്പെട്ടു. പന്തളം മുനിസിപ്പാലിറ്റി അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു. അവർ ഭരിച്ച സ്ഥലമാണ്. പാലക്കാട് അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഇപ്പൊ തന്നെ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി എവിടെ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, സീറ്റുകളുടെ എണ്ണം കാര്യമായിട്ട് മുനിസിപ്പാലിറ്റി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് തന്നെ വളരെ ചെറിയ നോമിനലായിട്ടുള്ള വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ആകെ കൂടെ അവർക്ക് ഫേസ് സേവിംഗ് ആയിട്ടൊരു തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യമാണ് അവർ പറയുന്നത്. അതിലപ്പുറം അവർ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്? ഇപ്പോൾ കൊല്ലം കോർപ്പറേഷന്റെ കാര്യം. കൊല്ലം കോർപ്പറേഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 BJP-ക്ക് ആകെ കിട്ടിയത് 45,000 വോട്ടാണ്. ഇത്തവണയും ആ വോട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആ വോട്ട് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ അവർക്ക് അവിടെ കുറച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ UDF-ന് കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 1 ലക്ഷത്തോളം വോട്ട് കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ 2020 തദ്ദേശ സ്വയംഭര തെരഞ്ഞെടുപ്പിൽ BJP-യുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 17.2%. ഇപ്പോൾ 18% താഴെ തന്നെയാണുള്ളത്. ഒരു ഗ്രോത്തും ഉണ്ടായിട്ടില്ല വോട്ടിംഗ് പെർസെന്റിന്റെ കാര്യത്തിൽ. കേരളത്തിൽ ആകെയുള്ള വോട്ടിംഗ് പെർസെന്റിന്റെ കാര്യത്തിൽ BJP 18% താഴെ തന്നെയാണ് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 17.2 18-ലേക്കുള്ളത് ഒരു വലിയ വളർച്ചയാണെങ്കിൽ, മോദി സർക്കാർ 15 വർഷം ഭരിച്ച് കോടിക്കണക്കിന് റുപ്യ ഇറക്കി ആളുകളെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെ മുഴുവൻ പർച്ചേസ് ചെയ്ത് നടത്തിയിട്ടുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾക്കപ്പുറം നിങ്ങൾ നേടിയിട്ടുള്ള ഈ ഒരു നോമിനലായിട്ടുള്ള വർധനയെ കുറിച്ച് നിങ്ങൾ വലിയ വീരവാദം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും കേരളം ഭരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എങ്ങോട്ടും പോകാൻ സാധിക്കില്ല എന്നുള്ളത് സുവ്യക്തമായി കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരാണ്, BJP-യുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരാണ്. CPM-ന്റെ സഹായത്തോടു കൂടി പല സ്ഥലങ്ങളിലും നേരിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി CPM-ആണ്, LDF ആണ്. ഇവിടെ RSS-നെ പ്രതിരോധിക്കുന്നത്, അതുപോലെ തന്നെ BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ്, UDF ആണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. CPM RSS-ന് വിടുപണിയെടുക്കുന്നു. RSS മുന്നോട്ട് വെക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം PM ശ്രീക്ക് ബാക്ക് ഡോറിലൂടെ പോയി ഒപ്പിട്ട് വന്ന പിണറായി വിജയനേറ്റ കനത്ത തിരിച്ചടിയാണിത്. ഇത് CPM BJP അവിശുദ്ധ ബാന്ധവത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ്. BJP-യുടെ നേതാവ് ഒരു കാര്യം കൂടി പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് ഈ കോടിക്കണക്കിന് ഉൾപ്പെടെ കണക്കറിയാന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടെങ്കിൽ അത് എന്റെ പാർട്ടിയാണ് പരിശോധിക്കണമെന്ന് പറഞ്ഞു. എന്റെ പാർട്ടി എന്നെ ആ ചുമതല ഏൽപ്പിച്ചെന്ന് കരുതിയാൽ മതി. നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പോഴും വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ അടുത്താണ്. അതിനുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട്. പാവങ്ങൾ ഇറങ്ങിപ്പോരാൻ ആഗ്രഹമുണ്ട് പല ആളുകൾക്കും. പല ആളുകളും അവസരം ചോദിക്കാറുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ എൻ്റെ പാർട്ടിയുടെ ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുണ്ട്. അങ്ങനെ നിങ്ങളുടെ പാർട്ടിയുടെ ആർക്കൊക്കെ ഞാനുമായി ബന്ധമുണ്ടെന്നുള്ളതിൽ നിങ്ങളാണ് ആശങ്കപ്പെടേണ്ടത്. നിങ്ങളാണ് അവിടെ എന്തെങ്കിലും തിരുത്തൽ തിരുത്തേണ്ടത്. എനിക്ക് ആ പ്രയാസമൊന്നുമില്ല. എൻ്റെ പാർട്ടിക്ക് എന്നെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് എന്നെ KPCC ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുള്ളത്. ഒറ്റ ചോദ്യം കൂടി ശ്രീ സന്ദീപ് വാര്യർ താങ്കളോട്. ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് UDF-ന്റെ വലിയ വിജയത്തിന്റെ രാത്രിയാണ്. സ്പെക്ടാക്കുലർ വിക്ടറി എന്നൊക്കെ പറയാം. നമുക്ക് ആരെ മാൻ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുക്കാം? VD സതീശൻ അപ്പുറത്ത് വേറൊരു മാൻ ഓഫ് ദ മാച്ച് ഉണ്ടോ?
ശ്രീ അഭിലാഷ്, താങ്കളുടെ ചോദ്യത്തിന് പിന്നിലുള്ള ദുരുദ്ദേശം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ആ ചോദ്യത്തിനോട് അല്ല ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളാണ്. UDF വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കേരളത്തിലെ പ്രബുദ്ധരായ ജനതയാണ് ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച്. അവരാണ് മാൻ ഓഫ് ദ സീരീസ്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ശരി, ഓക്കെ. എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ്, VD സതീശൻ ഒരു തംസപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഗംഭീരമായ പ്രകടനം കോർഡിനേറ്റ് ചെയ്തത് അദ്ദേഹമാണെന്നുള്ള എൻ്റെ അഭിപ്രായം. എനിക്ക് അഭിപ്രായം പറയാലോ. ഇവിടെ ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശംഖു, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് വ്യക്തമാവുന്ന ഒരു കാര്യം, വളരെ ശക്തമായ ആന്റി ഇൻകംബൻസി ഉണ്ട്, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും സിംഗിൾ ഇഷ്യൂവിൽ മാത്രമാണ് എന്ന് കരുതുന്നില്ല. പല കാര്യങ്ങളാൽ സർക്കാരിനോട് വിപ്രതിപത്തിയുണ്ട്. സാധാരണ കേരളം ഒരു ആന്റി ഇൻകംബൻസി സ്റ്റേറ്റ് ആണ്. ഓരോ 5 കൊല്ലം കഴിയുമ്പോഴും ഭരണം മാറ്റുന്ന സ്റ്റേറ്റ് ആണ്. അപ്പുറത്തുള്ള ആളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ഉള്ള ആളുകളോടുള്ള എതിർപ്പാണ് പലപ്പോഴും കേരളത്തിലെ വോട്ടിന്റെ ഇന്ധനമാകാറുള്ളത് എന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ ആന്റി ഇൻകംബൻസി വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ട് പലകയാണല്ലോ. അപ്പോൾ നമുക്ക് കണ്ണും പൂട്ടി UDF ആകും അതിന്റെ ഗുണഭോക്താവെന്ന് ഉറപ്പിക്കാലോ ഈ നിമിഷം. ഒരിക്കലും സാധിക്കില്ലല്ലോ. ഞാൻ അതല്ലേ കഴിഞ്ഞ ഊഴത്തിൽ പറഞ്ഞത്. എവിടെയൊക്കെയാണോ BJPക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉള്ളത് അവിടെയെല്ലാം ആളുകളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ഈ ആന്റി ഇൻകംബൻസിയുടെ നാച്ചുറൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് BJP ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് പ്രസൻസ് ഉണ്ട്. അവിടെ സർക്കാർ വിരുദ്ധ വികാരം മുഴുവൻ ആർക്കാണ് കിട്ടിയത്? കോൺഗ്രസ് അവിടെ 3ാം സ്ഥാനത്തേക്കല്ലേ പോയത്? ശബരിനാഥിന്റെ നേതൃത്വത്തിൽ ഒരു മേയർ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയല്ലേ വലിയ മത്സരം നടത്തിയത്. അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തല്ലേ? അവിടെ BJP ആണ് അതിൻ്റെ ഗുണഭോക്താവായത്. പാലക്കാട് ജില്ലയിലെ ജനങ്ങൾ സർക്കാരിനോടുള്ള വിരോധം തീർത്തത് ആർക്ക് വോട്ട് ചെയ്തിട്ടാണ്? തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ സർക്കാരിനോടുള്ള വിരോധം തീർത്തത് ആർക്ക് വോട്ട് ചെയ്തിട്ടാണ്? ഈ കൊല്ലത്തെയും കോഴിക്കോടെയും ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇത് നോക്കൂ, എവിടെയൊക്കെ BJPക്ക് ജയിക്കാവുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടോ അവിടെയെല്ലാം BJPയെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. BJPക്ക് അങ്ങനെ ശക്തിയോ സ്വാധീനമോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അതല്ലെങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ ആൻറ്റി CPM വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് CPM തന്നെ ജയിച്ചേക്കാം, BJP ജയിക്കില്ല എന്ന് ജനങ്ങൾക്ക് സംശയമുള്ള സ്ഥലങ്ങളിലാണ് ഈ കോൺഗ്രസ് ഇതിൻ്റെ ഗുണഭോക്താവായിട്ടുള്ളതാണ്. ഈ ചർച്ചയിൽ എനിക്ക് മുമ്പുള്ള ഊഴങ്ങളിൽ ധാരാളം കാര്യങ്ങൾ നടന്നതുകൊണ്ട് അതിനോടൊക്കെ എനിക്ക് അല്പം സമയം നിങ്ങൾ തരുമെന്ന് വിചാരിക്കുന്നു. ആദ്യം എനിക്കിതിൽ ഈ ചർച്ചയിൽ വളരെ കൗതുകകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഈ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു മലപ്പുറം ഡിസ്കഷനാണ്. അതായത് ശ്രീ NP ചേക്കുട്ടി അദ്ദേഹത്തിൻ്റെ ഊഴത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, CPMന്റെ നേതൃത്വത്തിൽ ഇവിടെ കമ്മ്യൂണലായിട്ട് സംസ്ഥാനത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമത്തിന് മലപ്പുറം ജില്ലയിൽ നിന്ന് ശക്തമായിട്ടുള്ള മറുപടി കിട്ടി. അതായത് മലപ്പുറത്തെ എല്ലാ വിഭാഗം ജനങ്ങളും UDFന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ ഇതേ ചർച്ചയിൽ തന്നെ CPMന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ PK ഗോപൻ പറയുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ പണ്ട് തൊട്ടേ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ കുറേ ജനങ്ങളും കുറേ പ്രമാണികളും വർഗീയമായി ചിന്തിക്കുന്ന ഒരു ശീലമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവിടുത്തെ BJPയുടെ ജയത്തിൽ വലിയ അത്ഭുതമില്ല എന്നുള്ള. നോക്കൂ, തിരുവനന്തപുരം ജില്ലയിൽ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് 70%. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 70%. തിരുവനന്തപുരം ജില്ലയിൽ BJP ജയിക്കുമ്പോൾ അത് ഹിന്ദു വർഗീയതയാവുന്നു. എന്നാൽ മലപ്പുറം ജില്ലയിൽ UDF ജയിക്കുമ്പോൾ അത് മതേതരത്വത്തിൻ്റെ ഉദാഹരണമാവുന്നു. എങ്ങനെയാണ് ഒരേ കാര്യത്തെ 2 തരത്തിൽ നമുക്ക് ഇത്രയും കൃത്യമായി ഡബിൾ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരേ ഫെനോമിനെ 2 തരത്തിൽ നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തിരുവനന്തപുരത്ത് BJPക്കുള്ള വോട്ട് വർഗീയ വോട്ടാണെങ്കിൽ ഇവിടെ മലപ്പുറം ജില്ലയിൽ ജമാഅത്തെ ഇസ്ലാമിയെയും ഈ പറയുന്ന PFIയുടെ സംഘടനയായിട്ടുള്ള SDPIനെയും ഒക്കെ കൂട്ടുപിടിച്ച് നടത്തുന്ന UDFന് കൊടുത്തിട്ടുള്ള വോട്ട് എന്ത് വോട്ടാണ്? അവിടുത്തെ ഹിന്ദുക്കൾ കൂടി UDFന് വോട്ട് ചെയ്തില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ജനാധിപത്യത്തിൽ 51% വോട്ട് കിട്ടുന്നവരാണ് ജയിക്കുന്നത്. ഭൂരിപക്ഷത്തിനാണ് അവിടെ തീരുമാനിക്കാനുള്ള അധികാരമുള്ളത്. 70% മുസ്ലിം ജനസംഖ്യയും 27% ഹിന്ദു ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് മുസ്ലിം വോട്ട് ബാങ്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരാളെ ജയിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവരെ ജയിക്കുള്ളൂ. അവിടെ ആരാണ് ജയിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ മുസ്ലിം വോട്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിരിക്കുന്ന ഈ പറയുന്ന SDPയെ കൂട്ടുപിടിക്കുന്ന ഇസ്ലാമിക വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന, അവരെ തള്ളി പറയാൻ ഒരു നിലയ്ക്കും തയ്യാറാവാത്ത, മതരാഷ്ട്ര സ്ഥാപനവാദത്തെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്ത ജമാഅത്തയുടെ പിന്തുണ നിർലജ്ജം സ്വീകരിക്കുന്ന UDFന് ഒരു മറുപടി കൊടുക്കാൻ, അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ മലപ്പുറത്തെ സമൂഹത്തിന് ബാധ്യത ഉണ്ടായിരുന്നില്ലേ? അവരെന്തുകൊണ്ടാണ് നിറവേറ്റാത്തത്? അതായത് ഈ സംസ്ഥാനത്തെ മതേതരത്വം നിലനിർത്തുക എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിന് മാത്രം ബാധ്യതയാണോ? ഹിന്ദു ജനസംഖ്യ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ BJPയെ പ്രതിരോധിച്ചിട്ട് ഹിന്ദുക്കൾ മതേതരത്വം തെളിയിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഈ പറയുന്ന മുസ്ലിം വർഗീയ സംഘടനകളുടെ പിന്തുണ നേടുന്ന സംഘടനകൾക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അവരെ ഒരു നിലയ്ക്കും തിരുത്തേണ്ടത്, അവരെ ഒരു നിലയ്ക്കും റിപ്രമാൻഡ് ചെയ്യേണ്ടതുമായി
സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം മുസ്ലിം സമൂഹത്തിന് ഇല്ലെന്ന് പറയുമ്പോൾ അത് എന്തൊരു ഇരട്ടത്താപ്പാണ്. അങ്ങനെ മതേതരത്വം സംരക്ഷിക്കൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ആവശ്യമാണോ? ഈ പറയുന്ന മതേതരത്വത്തിന്റെ സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ചിട്ടാണെങ്കിൽ അവിടെ UDF പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയാൻ തയ്യാറാവാത്ത SDP പിന്തുണയെ സ്വീകരിക്കുന്ന വെൽഫെയർ പാർട്ടിയെ ഒപ്പം കൂട്ടി മത്സരിക്കുന്ന UDF ഇതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം, ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് UDF തിരിച്ചടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം മലപ്പുറത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ 94-ൽ 90 സീറ്റും കോൺഗ്രസ് ജയിച്ചത് മതേതരത്വത്തിന്റെ ഉദാഹരണമായിട്ടല്ല ഞാൻ കാണുന്നത്. അവിടെ UDF നടത്തിയിട്ടുള്ള ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ ആ മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ശരിവെച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പറയുന്ന പോയിന്റിന്റെ തെളിവല്ല, നിങ്ങൾക്ക് എതിരായിട്ടുള്ള പോയിന്റിന്റെ തെളിവാണത് എന്നത് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ജനങ്ങളെ ചീത്ത പറയുകയും വോട്ടർമാരുടെ പ്രബുദ്ധതയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന മറ്റുള്ളൊരു ശൈലിയാണ്. മറ്റേ കൂട്ടരാണെങ്കിൽ EVM-നെയും വോട്ടേഴ്സ് ലിസ്റ്റിനെയും ഇലക്ഷൻ കമ്മീഷനെയൊക്കെയാണ് കുറ്റം പറയാറ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താണെങ്കിലും അതിന് വിമർശനങ്ങളില്ലാതെ അത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാറ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഓരോ തവണയും BJPക്ക് വർധനം ഉണ്ടാകുന്നത്. നിങ്ങൾ കണക്ക് ശരിക്കും പരിശോധിക്കാതെ പറയുന്ന കണക്കുകളല്ല കേരളത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 2015 തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 13% ആയിരുന്നു, 13.3% ആയിരുന്നു. 2020 BJPയുടെ നിയമസഭ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം 18% അല്ല, 15.2% ആണ്, 15.2%. ഇത്തവണയാണ് BJP 18% വന്നത്. അതായത് ഗ്രാജുവൽ റൈസ് BJPക്ക് ഉണ്ടെന്ന് അത് കാണിക്കുന്നത്, അതല്ലാണ്ട് BJP സ്റ്റാഗ്നേറ്റ് ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ എന്തൊരു തോൽവിയാണ്. നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നിങ്ങളുടെ ആകെ രാഷ്ട്രീയം നടന്ന് കേരളത്തിലെ BJPയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ? ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള മത്സരം എന്താ? ആരാണ് RSSനെ കൂടുതൽ പ്രതിരോധിക്കുന്നത്? ആരാണ് BJPയുടെ വളർച്ചയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്? LDF പറയുന്നു ഞങ്ങളാണ് ശരിക്കും പ്രതിരോധിക്കുന്നത്, കോൺഗ്രസിന് ആത്മാർത്ഥയില്ല, അവർ RSS ആണെന്ന് പറയുന്നു. കോൺഗ്രസ് പറയുന്നു അല്ല, ഞങ്ങളാണ് ശരിയായിട്ടുള്ള പ്രതിരോധം, ദേശീയ തലത്തിൽ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കേ പറ്റുള്ളൂ, ഈ LDF ഇവിടെ മാത്രമേ ഉള്ളൂ, അവർ BJPയുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് CJP ആണെന്ന് പറയുന്നു. ഇങ്ങനെ ഞങ്ങളാണ് BJPയെ പ്രതിരോധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മത്സരിച്ച് ഒരേ എല്ലിൻ കഷ്ടത്തിന് വേണ്ടി പരസ്പരം കടിപിടി കൂടുന്ന ആ ജീവജാലത്തെ പോലെ മത്സരിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്ക്. എന്നിട്ടും കേരളത്തിൽ BJP ഗ്രാജുവലായിട്ട് റൈസാണ് നടത്തുന്നതെങ്കിൽ, BJP ഓരോ തെരഞ്ഞെടുപ്പ് മെച്ചപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ സമ്പൂർണ്ണ റൈസിന്റെ കാര്യം പറയുമ്പോൾ നോക്കൂ, ഇപ്പൊ കഴിഞ്ഞ 2020 ലോക്കൽ ബോഡി BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് 17.2, നേമം നിയോജക മണ്ഡലത്തിൽ ലീഡ് നേടുകയും ചെയ്തു. പക്ഷെ നിയമസഭയിലേക്ക് വന്നപ്പോൾ നിയമം ജയിച്ചില്ല. ഈ 17.2-ൽ നിന്ന് മാക്സിമം 1% വർധനവല്ലേ ഇത്തവണത്തെ കണക്ക് ഫൈനൽ ആയിട്ടില്ല, വന്നാൽ ഉണ്ടാവും. നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% ആയിരുന്നു, അത് വേറെ വോട്ടിംഗ് പാറ്റേൺ ആണെന്ന് പറയാം. അല്ല നോക്കൂ, തദ്ദേശ പിന്നല്ലാതെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം എത്രയായിരുന്നു? 19.72% ആയിരുന്നു 2024 പൊതുതെരഞ്ഞെടുപ്പിൽ. പൊതുതെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിന്റെ ശൈലി വേറെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ എപ്പോഴും LDFന്റെ ഒരു മേൽക്കൈയും മേധാവിത്വം ഉണ്ട്. 2010-ലും ഇപ്പൊ 2025-ലും മാത്രമാണ് ഒരു വലിയ ഡിബാക്കിൾ അല്ലെങ്കിൽ 600 സീറ്റുകളോളം നഷ്ടപ്പെടുന്ന വലിയൊരു അങ്ങനത്തെ ഒരു വലിയ സമ്പൂർണ്ണമായിട്ട് തകർച്ച അവർക്ക് ഉണ്ടായിട്ടെന്ന് പറയാൻ കഴിയുന്നത്. പ്രാദേശിക തലത്തിൽ BJP ശക്തിപ്പെട്ട് വരികയാണെന്നുള്ളത് നടക്കാനിരിക്കുന്ന ഒരു സോഷ്യൽ ചേഞ്ചിനെയാണ് പ്രതികരിക്കുന്നത്. സാമൂഹിക മാറ്റം എന്ന് പറയുന്ന ഒരു ദിവസം സ്വിച്ചിട്ട പോലെ സംഭവിക്കുന്നതല്ല, അത് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ക്രമേണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഏറ്റവും താഴെത്തട്ടിൽ വരെ സാധാരണ ജനങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വരെ BJP കേരളത്തിലെ 1800 ഇപ്പോ നമ്മൾ ഈ വോട്ടിംഗ് കണക്കുകളൊക്കെ നോക്കുമ്പോൾ ന്യൂനപക്ഷ മേഖലകളിൽ വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്, അത് വ്യക്തമാണ്. ഇപ്പൊ നോക്കുമ്പോൾ കോഴിക്കോട് നോക്കിക്കഴിഞ്ഞാൽ 2 മേയർ സ്ഥാനാർത്ഥികൾ PM നിയാസും മുസഫർ അഹമ്മദും രണ്ടുപേരും തോൽക്കുന്നത് കണ്ടു. നഗരമേഖലകളിൽ പലയിടത്തും BJP വിജയിക്കുന്നത് കണ്ടു. സാധാരണ നിലയ്ക്ക് അത്ര പൊളിറ്റിക്കൽ അല്ലാത്ത ആളുകൾ തന്നെ BJPയെ തെരഞ്ഞെടുക്കുന്നതൊക്കെ കണ്ടു ചിലയിടങ്ങളിൽ. ഇത് ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കൂടിച്ചേരലിന് കൗണ്ടർ അപ്പുറത്തുണ്ടാവുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കോ ഇതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ കേരളം കൂടുതൽ സാമുദായികമായി ചേരിതിരിയില്ലേ? അല്ല, സാമുദായികമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ കഴിഞ്ഞ ഒരു അരമണിക്കൂറിലെ 3/4 മണിക്കൂറായിട്ട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. കേരളത്തിൽ സാമുദായികമായിട്ടൊരു വിടവുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, സാമുദായികമായൊരു ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം മുസ്ലിം സമുദായമാണ് ഇതിനകത്ത് അപരസ്ഥാനത്ത് നിൽക്കുന്നത്. അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ്, അവർ മതേതരമായിട്ടുള്ള രാഷ്ട്രീയത്തിനെ ഒട്ടും പിന്തുണയ്ക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവിടെ കേൾക്കുന്നത്.
അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ധാരാളം കമ്മ്യൂണിറ്റികളുണ്ട്. ആ ഓരോ കമ്മ്യൂണിറ്റികൾക്കും അവർക്ക് സോളിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ കാണിക്കുന്നു. മലപ്പുറത്തിൻ്റെ ഒരു കാര്യം നിങ്ങൾ നോക്കൂ. 2004 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം അതായത് മഞ്ചേരി മണ്ഡലത്തിൽ ആരാ ജയിച്ചത്? മുസ്ലിം ലീഗുകാരനല്ല ജയിച്ചത്. അന്ന് ജയിച്ചത് TK ഹംസ എന്ന് പറയുന്ന CPM-ൻ്റെ കാൻഡിഡേറ്റാണ്. അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം കഴിഞ്ഞ തുടർച്ചയായിട്ട് നിരവധി മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കാൻഡിഡേറ്റ്സ് മലപ്പുറത്ത് ജയിച്ചിട്ടുണ്ട്. വണ്ടൂർ ജയിച്ചിട്ടുണ്ട്, കുറ്റപ്പുറത്ത് ജയിച്ചിട്ടുണ്ട്, അതുപോലെ മിക്കവാറും എത്രയോ മണ്ഡലങ്ങളിൽ അവർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പിലെ ആളുകൾ വോട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ഇടതുപക്ഷത്തിന് പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ UDF-ന് അനുകൂലമായിട്ട് ഈ വോട്ട് തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺവിക്ഷനാണ്. അതെന്താണ്? കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വസ്തുതയാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സംഘപരിവാരത്തിനെ കുറിച്ച് അവരുടെ സർക്കാരിനെ കുറിച്ച് ഒക്കെ തന്നെ വലിയ ഭീതിയുണ്ട്. അത് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷമുണ്ടായ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി, സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി എന്ന് വരുന്നതാണ്. അതുകൊണ്ട് സംഘപരിവാര രാഷ്ട്രീയത്തെ ചെറുക്കാൻ, അവരുടെ ഭരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കുന്നത്. ആ ഒരു ചിന്തയിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അവർ UDF-ന് അനുകൂലമായിട്ടാണ്, UDF ആണ് ആ ഒരു നിലയ്ക്ക് സംഘപരിവാരത്തെ ചേർക്കുന്നത് എന്നൊരു ബോധ്യം അവർക്കിടുന്നുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ കൂടുതൽ ശക്തമായിട്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്സിലാണ് പോകേണ്ടത്. അതായിരുന്നു അവർ നേരത്തെ എടുത്തിരുന്നവർ. പക്ഷേ 2019 ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയൊക്കെ നിലപാട് മാറ്റി. അതുവരെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീറിൻ്റെ കൂടെ ചായ കുടിക്കുന്നത് എന്തിനാ? കല്യാണം ക്ഷണിക്കാനായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ വോട്ട് വാങ്ങാൻ തന്നെയാണ് ചെയ്തത്. അങ്ങനെ 2019 ശേഷമല്ലല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സാമുദായിക വിഭജനം വന്നിരിക്കുന്നത്. ഈ സാമുദായിക വിഭജനം എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. ആ സാമുദായിക വിഭജനത്തിലെ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം അവർ നിന്നിരുന്നു. ഇപ്പം ന്യൂനപക്ഷത്തിനെ പൂർണ്ണമായിട്ടും അവരെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ, ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ആപൽക്കരമായ ഒരു രീതിയാണ്. ഒരു കാരണവശാലും കേരളീയ സമൂഹത്തെ ആക്സെപ്റ്റ് ചെയ്യാനിടയില്ല. കേരളത്തിലെ തന്നെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്ന സമുദായം ഉണ്ടല്ലോ, ഈ ഭൂരിപക്ഷ സമുദായത്തിനകത്തുള്ള മഹാഭൂരിപക്ഷ ആളുകളും ഇതിനോട് വിയോജിക്കും. കാരണം അവർക്ക് കേരളത്തിൽ മാന്യമായി സമാധാനമായി എല്ലാവരുമായിട്ട് കൂട്ടുചേർന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. കാരണം എത്രയോ തലമുറയായിട്ട് കേരളത്തിലെ സാധാരണ ജനങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. കമ്മ്യൂണലായിട്ടുള്ള ഡിവിഷൻ്റെ അടിസ്ഥാനത്തിലല്ല, കമ്മ്യൂണലായിട്ട് യോജിപ്പിൻ്റെ എന്താ പറയുക ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് കേരളത്തിലെ സൊസൈറ്റികൾ തമ്മിലുള്ളത് എന്ന് MGS അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയത്. അതാണ് അതിൻ്റെ വസ്തുത. ആ നിലയിലാണ് നമ്മൾ കേരളീയ സമൂഹത്തെ കാണേണ്ടത്. ശരി, ശ്രീ ഗോപൻ, നമ്മൾ വെൽഫെയർ പൊളിറ്റിക്സിനെ കുറിച്ച് കൂടി സംസാരിക്കണം. നവംബർ മാസത്തിൽ 3600 രൂപയാണ് പെൻഷനായി ഒരാൾക്ക് കിട്ടിയിട്ടുള്ളത്, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ക്ഷേമ പെൻഷൻ 2000-ലേക്ക് വർദ്ധിപ്പിച്ചതെന്ന് മാത്രമല്ല പുതിയ പെൻഷനുകൾ അനൗൺസ് ചെയ്തത്, പുതിയ ഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ് പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്തത്. ഇപ്പോൾ സാധാരണ നിലയിൽ അതിന്റെ ഗുണഫലം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. 2021 തുടർഭരണം കിട്ടാൻ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു ഘടകമാക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ MM മണി വളരെ അട്രോഷ്യസ് ആയിട്ടുള്ളൊരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പണം വാങ്ങി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് നൈസായിട്ട് പണി തന്നു എന്നുള്ള മട്ടിൽ അതുപോലെയുള്ള പരാമർശങ്ങൾ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എത്ര വെൽഫെയർ സ്കീംസ് പുതുതായിട്ട് അനൗൺസ് ചെയ്താലും ഇനി പെൻഷൻ കൃത്യമായിട്ട് കൊടുത്താലും അതിനെയും മറികടക്കുന്ന ഭരണവിരുദ്ധ വികാരം, സർക്കാരിനോടുള്ള വിപ്രതിപത്തി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണോ? അതെ, ശ്രീ അഭിലാഷ് മോഹൻ, അതിനു മുമ്പ് എനിക്ക് ഒരു 1-2 കാര്യത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന്, ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ സൂചിപ്പിച്ച ഈ ഡീലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പറഞ്ഞ 1-2 കാര്യങ്ങളിൽ പ്രതികരിക്കണം. ഒന്ന്, കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ RSSന് ശാഖ തുടങ്ങാൻ CPM-കാർ സമ്മതിക്കാതിരുന്നപ്പോൾ അതിന് കാവൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് എന്ന് പറഞ്ഞത് KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാകരനാണ്. ഇതിനേക്കാൾ വലിയൊരു തെളിവ് വേണ്ടല്ലോ. CPM അല്ല കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ വളരേണ്ടത്, അത് BJP ആണെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം സ്ഥാപിച്ചതാണ്. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൽ BJPക്ക് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചത് 66,000 വോട്ട് അതിന് മുമ്പത്തേക്കാൾ കൂടുതൽ പാർലമെൻറ്റ് ഇലക്ഷന് കോൺഗ്രസ്സിന് ചോർന്നു. ആ വോട്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത്. 10,000 വോട്ട് LDFന് വർദ്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഡീൽ എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം, ഈ PM ശ്രീ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും കോൺഗ്രസ് നിഷേധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ പേര് പറയണം. ഇന്ത്യയിൽ എവിടെ കോൺഗ്രസ് ഭരിക്കുന്നുണ്ടോ അവിടെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് അവർ ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. ഇനി ശ്രീ ചെക്കുട്ടി മാഷ് പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത്
നിങ്ങൾ വർഗീയതയ്ക്കെതിരായിട്ട് സംസാരിച്ചോളൂ, പക്ഷേ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായിട്ട് സംസാരിക്കരുത്. ന്യൂനപക്ഷ വർഗീയതയ്ക്കായിട്ട് സംസാരിച്ചാൽ അത് ന്യൂനപക്ഷത്തിനെതിരായിട്ട് സംസാരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയുള്ളൂ. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ബാബറി മസ്ജിദ് സംഭവിക്കുന്നത് കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ്. ഇടതുപക്ഷം എടുത്ത നിലപാട് NP ചെക്കുട്ടിക്ക് ഓർമ്മയുണ്ടാവും. അന്ന് ദേശീയോദ്ഗ്രഥന കൗൺസിൽ വിളിപ്പിച്ച് ഹർകിഷൻ സുർജിത്ത് അതിൽ പങ്കെടുത്തിട്ട് 356 വകുപ്പിന് ഞങ്ങൾ എതിരാണെങ്കിലും UP-യിലെ കല്യാൺ സിംഗ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടാലും ബാബറി മസ്ജിദ് സംരക്ഷിക്കണമെന്ന് നിലപാടെടുത്ത CPM-ന്റെ അടുക്കലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. അതുപോലെ BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി UPA-ക്ക് നിരുപാധികമായി പിന്തുണ കൊടുത്ത CPM-നെ കുറിച്ചാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷത്തിനെതിരായിട്ട് സംസാരിക്കുന്നത് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നത് ന്യൂനപക്ഷത്തിനെതിരെ സംസാരിക്കുന്നതാണ് എന്ന നറേറ്റീവ് കേരളത്തിൽ വില പോകില്ല. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം ശ്രീ MM മണി പറഞ്ഞതിനോട് യാതൊരു യോജിപ്പുമില്ല സാർ. അദ്ദേഹം പറഞ്ഞതിൻ്റെ വാച്യാർത്ഥം എടുത്താൽ അത് യോജിക്കാവുന്ന കാര്യമല്ല. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു എക്സംഷൻ ഉണ്ടാവുമല്ലോ, ആ ഉദ്ദേശത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഇനി അതിനോട് ചേർത്തിയ ഒരു കാര്യം പറയാം. ഇടതുപക്ഷത്തിന്റെ നിലപാട് ഏത് ആനുകൂല്യം കൊടുത്താലും അല്ല, ഞാൻ അതൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ സാർ. അതായത് ഇടതുപക്ഷത്തിന്റെ നിലപാട് ഏത് ആനുകൂല്യം കൊടുത്താലും അത് സർക്കാരിൻ്റെ ഔദാര്യമല്ല, വാങ്ങുന്നവരുടെ അവകാശമാണ്. ഉദാഹരണം, കേന്ദ്ര സർക്കാർ വീടിന് പൈസ കൊടുക്കുന്നത് 72,000 രൂപ, കേരളം കൊടുക്കുന്നത് 4 ലക്ഷമാണ്. ഈ 72,000 കൊടുക്കണമെങ്കിൽ നരേന്ദ്രമോദി ഈ വീടിൻ്റെ ഐശ്വര്യം ഒന്ന് വീടിൻ്റെ മുമ്പിൽ എഴുതി വെക്കണം. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഒരു ചെറിയ തോതിൽ നടപ്പിലാക്കിയ ഒന്നാണ് ഇന്ദിരാ ആവാസ് യോജന, അതായത് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ വീട് കൊടുക്കൽ. ഇത് രണ്ടും ഇല്ലാതാക്കിയിട്ട് LDF വന്നപ്പോൾ പണ്ട് MN ഗോവിന്ദൻ നായരുടെ പേരിൽ വീടുണ്ടായിരുന്നു, ലക്ഷം വീട് പദ്ധതി, EMS ഭവന പദ്ധതി ഉണ്ടായിരുന്നു. ആ പേരുകളെല്ലാം ഒഴിവാക്കിയിട്ട് ലൈഫ് മിഷൻ കൊണ്ടുവന്നു. കാരണം സർക്കാർ ഇത് കൊടുക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. ആ ഒരു പൊതുധാരണയ്ക്ക് അല്പം മങ്ങലേൽപ്പിക്കുന്ന ഒരു വാചകമാണ് MM മണി സഖാവിൽ നിന്ന് ഉണ്ടായതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് പാർട്ടി പരിശോധിക്കട്ടെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം എല്ലാം പരിശോധിക്കട്ടെ. പക്ഷേ ഇടതുപക്ഷത്തിന്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. ഇനി അങ്ങ് ചോദിച്ച പ്രശ്നത്തിലേക്ക്, ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയത് ഈ അവസാനം വന്ന പെൻഷൻ പദ്ധതി മാത്രമല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ 2000 രൂപ പെൻഷൻ വരുമ്പോൾ 45 VS തുടങ്ങി, EK നായനാർ തുടങ്ങി, അത് 120-ലെത്തി. പിന്നീട് VS വന്നപ്പോൾ 500-ലെത്തി. ഉമ്മൻചാണ്ടി സാർ വന്നപ്പോൾ അത് 600-ലെത്തി, 100 വർദ്ധിപ്പിച്ചു, ഒരിക്കലും കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ വന്നപ്പോൾ ഈ 600 2000-ലെത്തിച്ചു. 2000 രൂപയുടെ ചരിത്രത്തിൽ ആകെ കോൺഗ്രസിന്റെ കോൺട്രിബ്യൂഷൻ 100 രൂപയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും ഗവൺമെന്റ് സാമ്പത്തിക പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും. അത് അവരുടെ പ്രതികരണം ജനങ്ങളെ സംരക്ഷിക്കുക. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ശങ്കു, ഇതിപ്പോ സെമി ഫൈനലാണ്, ഫൈനൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ജനുവരി മുതൽ ആ ഫൈനലിന്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്? പിണറായി 3.0 എന്ന ബാൻഡ് വാഗൺ ഇനി ഉണ്ടാവില്ല, കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് ഒരു പോൾ പൊസിഷനിൽ. ഇപ്പോൾ പിണറായി 3.0 നറേറ്റീവ് അവസാനിപ്പിക്കുന്നു ഈ വർഷത്തോടു കൂടി. അടുത്ത വർഷം തുടങ്ങുമ്പോൾ വേറൊരു നറേറ്റീവ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് വേണമോ മനസ്സിലാക്കാൻ? പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം വളരെ പ്രകടമാണ്. അതേസമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. BJP 2024 അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു മൊമെന്റം ഉണ്ട്. ആ മൊമെന്റത്തിന് ശക്തമായിട്ടുള്ള ഒരു കണ്ടിന്യൂഷനുള്ള ഒരു അവസരമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20% വോട്ട് BJP നേടുമ്പോൾ കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാഴ്ച നമ്മൾ കാണണം. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തും, അങ്ങനെ 19 നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനമായിട്ട് BJP മാറിയിരുന്നു. അതിൽ തന്നെ 3 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള മണ്ഡലങ്ങളാണ്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന എന്താ പറയുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അതേ ഫാക്ടേഴ്സ് അല്ല നിയമസഭയിൽ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ അതേ തുടർച്ച ഉണ്ടാവുമോ എന്ന് നോക്കുന്ന സമയത്ത് അതിനൊരു കണ്ടിന്യൂറ്റി ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആ പ്രദേശങ്ങളിൽ അതേ മട്ടിലുള്ള നല്ലൊരു മിന്നുന്ന ജയം ആവർത്തിക്കേണ്ടത് BJPക്ക് ആവശ്യമായിരുന്നു. അവിടെയാണ് ജനങ്ങൾക്ക് BJP ജയിക്കുന്ന പാർട്ടിയാണെന്നൊരു വിശ്വാസം കൊടുക്കാൻ പറ്റുക.
ആ വിശ്വാസം കൊടുക്കുന്നതിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സീറ്റുകളായി തന്നെ കൺവേർട്ട് ചെയ്യും എന്ന ഉറച്ച വിശ്വാസമാണ് ഈ ഘട്ടത്തിൽ BJPക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ളത്. അതേപോലെ തന്നെ BJP നല്ല പ്രകടനം നടത്തിയിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം പാലക്കാട് നല്ല പ്രകടനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ആറ്റിങ്ങിലാണെങ്കിൽ നല്ല പ്രകടനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊല്ലത്ത് നല്ല പ്രകടനം നടത്താൻ സാധിച്ചു. ഇതെല്ലാം BJPക്ക് 2024 കിട്ടിയിട്ടുള്ള മൊമെന്റത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങൾക്ക് ധൈര്യം കൊടുക്കുന്ന, ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു സംഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെ BJPക്ക് വളരെ നല്ല പ്രകടനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ സാധിക്കും. പ്രത്യേകിച്ചും ജനങ്ങൾക്ക് CPM-നോട് വിരോധമുണ്ട്, LDF-നോട് വിരോധമുണ്ട്. എന്നാൽ UDF ഒരു നല്ല ഓൾട്ടർനേറ്റീവ് ആണെന്ന് ഇവർ വിചാരിക്കുന്നില്ല. UDF-ന് ആളുകൾ വോട്ട് ചെയ്യുന്ന ഗതികേട് കൊണ്ടാണ്. LDF-ന് തോൽപ്പിക്കാൻ മറ്റു വഴിയില്ല. ഇവർക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് വോട്ടിംഗ്. ഒരാളെ ജയിപ്പിക്കാനല്ല, ഒരാളെ തോൽപ്പിക്കാനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. LDF 5 കൊല്ലം ഭരിച്ചാൽ അവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. അപ്പോൾ ആർക്ക് വോട്ട് കൊടുത്താലാണ് അവർ ജയിക്കാൻ സാധ്യതയുള്ളത്. അവിടെയാണ് ഈ മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവിനെ പരീക്ഷിക്കാൻ ലക്ഷ്യം ഇല്ലാതെ പോകുന്നത്. കാരണം ഈ ആന്റി ഇൻക്യുബൻസി സ്പ്ലിറ്റ് ആകും എന്നുള്ള പ്രശ്നം കൊണ്ട് അതിൻ്റെ ഒരു ഗുണഭോക്താവ് മാത്രമാണ് UDF. എന്നാൽ BJPക്ക് ശക്തി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ മേഖലകളിലും, അത് 2024 2025 ഈ സ്ഥലങ്ങളിലെല്ലാം BJP ആയിരിക്കും ജനങ്ങൾ പിന്തുണയ്ക്കുക. അവരുടെ യഥാർത്ഥ ഓൾട്ടർനേറ്റീവ്, അവരുടെ യഥാർത്ഥത്തിലുള്ള അവരുടെ ചോയ്സ് എന്ന് പറയുന്നത് BJP ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സെമി ഫൈനൽ കഴിഞ്ഞിരിക്കുന്നു. സെമി ഫൈനലിലെ വിജയ് യാതൊരു സംശയവുമില്ല UDF ആണ്. 500-ലധികം പഞ്ചായത്തുകൾ നേടിക്കൊണ്ട് 4 കോർപ്പറേഷനുകൾ നേടിക്കൊണ്ട് വലിയ ഒരു വിജയം നേടാൻ UDF-നെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ നേടുക വഴി BJPയും അവരുടെ നിലയിലെ ഒരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നേടിയതും 7 ജില്ലാ പഞ്ചായത്തുകൾ നേടാൻ കഴിഞ്ഞതുമാണ് LDF-ന്റെ പ്രധാനപ്പെട്ട വിജയങ്ങൾ എന്ന് പറയാൻ കഴിയുന്നത്. LDF-ന് അപ്രതീക്ഷിതമായി തിരിച്ചടിയേറ്റപ്പോൾ UDF ഒരുപക്ഷെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തുള്ള ഒരു വിജയം നേടിയിരിക്കുന്നു. ഇനി എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി പുതിയ ഭരണസമിതികൾ അടുത്ത ദിവസങ്ങളിൽ വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്ത് എന്നുള്ളതാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. വളരെ നന്ദി ഈ രാത്രിയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്കും ഈ ചർച്ച ശ്രമിച്ചവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.